ഞങ്ങളെ ആരാധിക്കുന്നു, അവരുടെ നാമത്തിന് മഹത്വം കരേറ്റുന്നു. നാളുവരെ ഞങ്ങളെ കാത്തുപരിപാലിച്ച അവരുടെ വിശ്വസ്തതയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ വർഷത്തെ കഴിഞ്ഞ 4 മാസം ഞങ്ങളെ കടന്നുപോയി. പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. ഈ ഹല്ലേലൂയ മാസക്കാലം മുഴുവൻ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഹല്ലേലൂയയായി കൂടെ ഉണ്ടായി ഞങ്ങളെ വഴി നടത്തുവാൻ ദൈവസന്നിധാനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് കർത്താവിനെ മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ആരാധനയ്ക്ക് സ്തുതിക്ക് യോഗ്യനായ കർത്താവേ, ഇന്ന് മുതൽ കർത്താവ് ഒരുമിച്ചായി let us worship God. Let us put our hearts and minds to worship God in spirit and truth. Hallelujah, hallelujah. Let's give thanks to His holy name. Let's thank God for leading us thus far. Oh, God has been so faithful to us. Let us thank God for His faithfulness in our life. For the protection, the provision that God has given to us. All the needs of our life have been met wonderfully, hallelujah, miraculously, according to His grace. Let us thank God for all the blessings that we have from His presence. Hallelujah, hallelujah, hallelujah. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ അടുത്തുവരുന്നു. അവിടുത്തെ മക്കളായ ഞങ്ങളുടെ കർത്താവിന്റെ ഉപകാരമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധാനത്തിൽ അടുത്ത് വന്ന് വിശുദ്ധ ആരാധനയ്ക്കായി കൂടി വന്ന് അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗ്ഗത്തിൽ ഒരുക്കുന്ന ഈ സമയത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ ആരാധന അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആദ്യം ഇവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ വലിയ നടത്തിപ്പ് ശുശ്രൂഷകളും എല്ലാം ഉണ്ടാകണമേ. ദൈവത്തിന് അനുഗ്രഹിക്കപ്പെടുവാൻ, അവിടുത്തെ നാമങ്ങളിൽ മഹിമപ്പെടുവാൻ കർത്താവിടെ ആത്മാറാണെന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ എത്തിക്കാം. പരിശുദ്ധ നയിക്കും മാനവ മഹത്വമിക്ക് യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ട കർത്താവിൽ വന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ രാവിലെ കാലം വിശുദ്ധ ആരാധനയ്ക്കായി കൂടി വരുവാൻ കർത്താവിടെ ആത്മകായി സ്വാഗതം ചെയ്യുന്നു. ഈ മാസത്തിലെ ഞായറാഴ്ചയിലേക്ക് സ്വന്തം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നിമിഷങ്ങൾ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധനയുള്ള സമയമാണ്. ഒരുമിച്ച് കരകളെ ചേർത്ത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു വിശുദ്ധ ഒരു മാസം കൂടെ കടന്നുവിട്ട് പോയി പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവം നമുക്കൊരു അവസരം പാപിയായ ജീവിച്ചപ്പോൾ പാപത്തിക്ക് കണ്ടു അവരുടെ നല്ല പേരുകൾ ഓർത്ത് നമുക്ക് കാത്തിരിക്കാം. ഒരുങ്ങണം. നമുക്കെല്ലാം കുറിച്ച് യേശുവെ കാണുന്നതായ കഴിയുക ഒന്നിടും ഞാൻ അതിവേഗത്തിൽ Thank you.
Help us to honor you, Lord Jesus. Thank you for answering my small prayer today, Lord Jesus. In Christ Jesus' name I pray. Amen. പ്രതികാരത്തിന്റെ ദൈവമായ യഹോവേ, പ്രതികാരത്തിന്റെ ദൈവമേ, പ്രകാശിക്കണമേ. യഹോവയെ ദുഷ്ടന്മാർ എത്രത്തോളം പോഷിച്ചുല്ലസിക്കും. യഹോവയെ, അവർ നിന്റെ ജനത്തെ തകർത്ത് കളയുന്നു, നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. യഹോവ കാണുകയില്ലായെന്നും യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുകയില്ലെന്നും അവർ പറയുന്നു. ചെവിയെ നട്ടവൻ കേൾക്കയില്ലയോ, കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ. മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്ന് യഹോവ അറിയുന്നു. നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും, പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെ അതിനോട് യോജിക്കും. യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എന്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബന്ധത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. നീതിമാന്റെ പ്രാണന് വിരോധമായി അവർ കൂട്ടം കൂടുന്നു, കുറ്റമില്ലാത്ത രക്ഷത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. അടുത്ത വാക്യം നമുക്കൊന്നിച്ച് വായിക്കാം. Praise the Lord. Hallelujah. Now the English team will come forward and we'll have a time of worship. Let us please keep standing. Let us join our children and our dear brothers and worship God in spirit and truth. Hallelujah. ഒരുമിച്ച് ചേർന്ന് നിങ്ങളോട് ചേർന്ന് വായിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിനെ let us all speak together. Let us all come to a mood of worship and praise God. This also is a time of worship. Hallelujah. So let us Let us continue to worship with the English song, and let us all turn our hearts towards God, who is our perfect Father. No matter where we've been this week, God has always been constant. He's been loving, patient, and He's always pursuing us. And as we sing the song, Good, Good Father, let us remember who Jesus is to us. Because of Him, we are never alone. We are fully known and deeply loved, and He is our perfect Father. That your
Hallelujah. carries power, authority, and love beyond anything we can fully comprehend. Before anything was created, He was there. In every season of our lives, He remains constant. His name brings hope to the broken, peace to the anxious, and victory over every fear. So as we sing this next song, let's lift up His name with awe, with gratitude, and with deep reverence. Let's declare together what a beautiful, powerful, wonderful name it is, the name of Jesus. We seek your face, O God. We pray that, O God, your grace and your presence and your mercy shall be with us. Speak to our hearts, O God. Thank you, Lord, for hearing our prayers. In Jesus' mighty name we pray. Amen. Lord, give us a little. Hallelujah. Praise you, Jesus. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്കായി ദൈവത്തെ സ്നേഹിക്കുന്നു. ഈ സങ്കീർത്തനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ കാലം ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നതിനായി ദൈവസന്നിധിയിലായിരിക്കണം. 94-ാം സങ്കീർത്തനമാണ് നമ്മളിന്നിവിടെ വായിച്ചത്. 94-ാം സങ്കീർത്തനം ഒരു പ്രവചന സങ്കീർത്തനം കൂടെയാണ്. ദൈവത്തിന്റെ ജീവിതത്തിൽ
സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സംഭവിക്കാൻ പോകുന്നത്. അതിനെ ഈ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായി എടുത്ത് കാട്ടിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ആര് എഴുതിയെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. പല അഭിപ്രായങ്ങൾ വേറെ മനുഷ്യന്മാരെ പറയുന്നുണ്ട്. ഇത് ആരെഴുതിയാലും ദൈവത്തിന്റെ വചനം ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളില് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്ന ചോദ്യം നമ്മളും ചോദിക്കുന്ന ചോദ്യം തന്നെ. പ്രതികാരത്തിന്റെ ദൈവമായ യഹോവേ, പ്രകാശിക്കണമേ, ഭൂമിയുടെ ന്യായാധിപതിയെ എഴുന്നേൽക്കണമേ, കെമ്പികൾക്ക് നീ പ്രതികാരം ചെയ്യണം. ഒരു ചോദ്യം. ദൈവമേ, നീ സകലത്തിനും പ്രതികാരം ചെയ്യുന്ന ദൈവമാണ്. നീ ഭൂമിയുടെ ന്യായാധിപതിയാണ്, നീതിയോടെ ന്യായം വിധിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ കണ്ണിന് ഈ പ്രതികാരമൊന്നും കാണുന്നില്ല. ദുഷ്ടം പ്രബലപ്പെടുക. ഇപ്പൊ പറയുന്നത് എന്തുവാ? യഹോവേ, അവർ നിന്റെ ജനത്തെ തകർത്ത് കളയുക, നിന്റെ അവകാശത്തെ അവർ പീഡിപ്പിക്കുക, വിധവയെ അനാഥയെ അവർക്ക് കൊല്ലുക. നമുക്കറിയാം ഇത് തുടങ്ങിയത് ഇവിടാണ്. പുസ്തകം 4-ാം അധ്യായത്തില് കയീൻ ഹാബേലിനെ കൊന്നപ്പോൾ യഹോവയായ ദൈവം പറയുക, അവന്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് എന്ത് ചെയ്യുക? നിലവിളിക്കുക. അന്ന് തുടങ്ങിയ നിലവിളിയായത്. അന്ന് തൊട്ട് ദൈവത്തോടുള്ള ചോദ്യമായി പ്രതികാരം എന്ന് നടക്കും. നമ്മൾ എന്ത് ചോദിച്ചുകൊണ്ടിരിക്കുക? ദുഷ്ടന്മാർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അസാവ് പറയുന്നത് എന്തുവാ? അവരെ കടിച്ചു കൊഴുത്തിരിക്കുക. അവർക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഞങ്ങൾക്കാണ്. ഹബക്കൂക്ക് ചോദിക്കുന്ന ചോദ്യം എന്തുവാ? ഹബക്കൂക്കും ചോദിക്കുന്നില്ല, ഈ ദുഷ്ടനും നീതിമാനും തമ്മിൽ പിന്നെ എന്തോ വ്യത്യാസം? നീതിമാനെ ദുഷ്ടൻ ഭരിക്കുക. ഇതെല്ലാം പറഞ്ഞ് ദൈവത്തോട് ചോദിക്കുക. അപ്പൊ അതിന്റെ മറുപടി 8 മുതലുള്ള വാക്യങ്ങളില് കർത്താവ് മറുപടി കൊടുക്കുക. അപ്പൊ ദൈവത്തോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ദൈവത്തിന് മറുപടി കൊടുക്കും. അത് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പറയും ദുഷ്ടം പ്രബലനായിരിക്കുക, അവർ പറയുന്നതൊക്കെ നടക്കൂ. ഞാൻ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് 40-ആയി 50-ആയി 10-ആയി. ദുഷ്ടന് കിട്ടുന്ന നന്മയൊന്നും ഈ ഭൂമിയിൽ എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് രോഗവും ദുഃഖവും നിന്ദയും പരിഹാസവും ഒക്കെ ആവാറ്. അപ്പൊ ഇതൊന്നും കർത്താവ് കാണുന്നില്ല. ഈ ചോദ്യം ഞാൻ നിങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ദൈവം ഇത് അവിടുന്ന് കാണുന്നില്ലല്ലോ. ഇത് എനിക്കിത് സഹിക്കാൻ വയ്യ, അങ്ങിത് കാണുന്നില്ലയോ? കർത്താവ് പറയാ, ദൈവം പറയാ, ഞാൻ കാണുന്നില്ലയോ എന്ന് നീ എന്നോട് ചോദിക്കാൻ എനിക്ക് മറുപടി ഉണ്ട്. 8-ാം വാക്യം പറയുന്നു, ജനത്തിൽ മൃഗപ്രായരായവരെ ചിന്തിച്ചുകൊള്ളി, പോഷന്മാരെ നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധി വരും? നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണം. ഞാൻ ദൈവത്തോട് ചോദിച്ച ഈ ചോദ്യം പോഷത്വമാണോ? ഈ മൃഗപ്രായരായവർക്കൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം പറയാ, ചെവിയെ നട്ടണം കേൾക്കുകയില്ലയോ, കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ? എന്റെ ചെവിയും എന്റെ കണ്ണും ഒക്കെ സൃഷ്ടിച്ച ദൈവം സകല മാനവർക്കും ഇത് സൃഷ്ടിച്ചു നൽകി. ഓർത്തോണം, ദുഷ്ടനായാലും നീതിമാനായാലും നിന്റെ ചെവിയിൽ നീ കേൾക്കുന്നത്, നിന്റെ കണ്ണുകൊണ്ട് നീ കാണുന്നത്, നീതി അല്ലാത്ത സകലത്തെയും കാണുന്ന ഒരു ദൈവമുണ്ട്. നീതി കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവം ഇതൊന്നും കാണാതിരിക്കുകയില്ല. 10-ാം വാക്യം പറയുന്നു, ജാതികളെ ശിക്ഷിക്കുന്നവൻ ശാസിക്കുകയില്ലയോ, അവൻ മനുഷ്യർക്ക് ജ്ഞാനോപദേശം കൊടുക്കുന്നില്ലയോ? ഈ ദൈവം ശിക്ഷ വിധിക്കുന്ന ദൈവമാണ്. അതിന് യാതൊരു മാറ്റവും ഇല്ല. ഇത് ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഈ നമ്മൾ വിചാരിക്കും ദൈവമക്കൾ കുഴപ്പം ചെയ്താൽ നമുക്ക് ശിക്ഷയില്ലോ. തീർച്ചയായിട്ടും ശിക്ഷയുണ്ട്. ശിക്ഷ ദൈവത്തിന്റെ ന്യായാധിപ വിധിയാണ്. എന്നാൽ ഒരു കാര്യം മറന്നു പോകരുത്, മനുഷ്യർക്ക് ദൈവം ജ്ഞാനം ഉപദേശിച്ചാണ്. നന്മ ഏതാണ്, തിന്മ ഏതാണ്? ദൈവവചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, നന്മയെയും തിന്മയെയും കുറിച്ച് വചനം നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഗ്രഹിപ്പാനുള്ള ബുദ്ധി മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതൊരു മൃഗത്തിന് നൽകിയിട്ടില്ല. നമുക്കറിയാം, വലിയ മൃഗമാണ്. കഴിഞ്ഞ ദിവസവും ഞാൻ കണ്ടു. അതിനെ പരിപാലിച്ച് അതിനെ കൊണ്ട് നടന്ന് കുളിപ്പിച്ച് ആഹാരം കൊടുത്ത പാപ്പാനെ അറിയാൻ പറ്റും. കാരണം അതിന് ബുദ്ധിയില്ല. ഇയാൾ അതിനെ പരിപാലിച്ചതെന്നോ ഇയാൾ അതിനെ നോക്കിയതെന്നോ ഇനി നാളെ നോക്കട്ടെ, ഇതൊന്നും അതിനറിയത്തില്ല. അതിന്റെ ബുദ്ധി വന്നാൽ ചവിട്ടും. ഇതുപോലെ മനുഷ്യനാകരുത്. അതാ പറയുന്നത്, മൃഗപ്രായനായ മനുഷ്യനെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. നമുക്ക് ദൈവം ജ്ഞാനം തന്നിട്ടുണ്ട്.
നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ജ്ഞാനം തരാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല. സൃഷ്ടിച്ചവരെ എല്ലാം നൽകിയതാണ്. പക്ഷെ അത് ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. യഹോവയെ 12-ാം വാക്യം പറഞ്ഞു, യഹോവയെ ദുഷ്ടന് കുഴി കുഴിക്കുമ്പോൾ അനർത്ഥ ദിവസത്തിൽ നീ അവനെ പ്രസവിപ്പിക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യമാണ്. അപ്പൊ ദുഷ്ടൻ ഒരു കുഴി കുഴിക്കുന്നുണ്ട് ദൈവം. ആ കുഴി കുഴിച്ച് തീരുന്ന ദിവസമുണ്ട്. അതുവരെ നമുക്ക് ദൈവത്തിന്റെ ചില ഉപദേശം. ദൈവം നമ്മളെ ശിക്ഷിച്ചാണ് വളർത്തുന്നത്. ഇത് ദൈവമക്കൾ മനസ്സിലാക്കണം. വല്ലപ്പോഴൊക്കെ ചെറിയ ബാലശിക്ഷ കിട്ടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാം? ഈ കുഴി വീഴായിരിക്കാൻ, നീ ദുഷ്ടനായി തീരായിരിക്കാൻ. ഈ ഉപദേശം നമുക്ക് തരുന്നതിനാണ്. ഈ ചിലർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്റെ ദൈവമേ എവിടെ ചെന്നാലും. എന്നോട് ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ ചോദിച്ചു, വളരെ അറിവുള്ള ഒരു മനുഷ്യനാണ്, കല്യാണത്തിന്, എന്റെ ദൈവമേ ഇവിടെ ചെന്നാലും ഈ പ്രസംഗം. കാരണം കല്യാണത്തിന് പ്രസംഗമാണ്, വീട് കൂതാശയ്ക്ക് പ്രസംഗമാണ്, കൊച്ചിനെ ഡെഡിക്കേറ്റ് ചെയ്ത പ്രസംഗം, എല്ലാത്തിനും ഇവരുടെയാണ് പ്രസംഗമാണ്. ഈ ഉപദേശം കൈക്കൊള്ളുന്നവൻ ആരാണറിയാം? ഭാഗ്യമാണ്. ഈ ഉപദേശം കേൾക്കുന്ന ഓരോ വ്യക്തികളും ഭാഗ്യവാന്മാർ. അത് കർത്താവ് പറയാൻ ദൈവം തമ്പുരാൻ ശിക്ഷിക്കും. നമ്മൾ വിചാരിക്കരുത് 100% സന്തോഷത്തോടെ ജീവിക്കുന്ന മനുഷ്യൻ ഈ ലോകത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാലില്ല. ദൈവമക്കള് നമുക്ക് വല്ലപ്പോഴും ബാലശിക്ഷ ദൈവം തരുന്നതും വല്ലപ്പോഴും ചെറിയ കാര്യങ്ങളൊക്കെ തരുന്നത് അതെന്തിനാന്ന് ചോദിച്ചാല് നാം ഈ കുഴിയിലാവും ഉണ്ടാക്കില്ല. ഒരു കാര്യം മറന്നു പോകും. സാമ്പത്തികമായിട്ട് വളരെ നന്മയുള്ള ഒരാളാണ്, ചുമത്തി ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അവർക്കൊരു രോഗമാണ്. അങ്ങനെ ഓരോ വിധത്തില് ഓരോ ശൂലങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. അത് വരുമ്പോൾ ചിന്തിച്ചോളാം, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ ദൈവത്തിന്റെ ശിക്ഷ ബാലശിക്ഷയാണ്. എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ ദുഷ്ടനോടൊപ്പം കുഴി വീഴാതിരിക്കാൻ. ഒരു കുഴി ദൈവം കുഴിക്കുന്നുണ്ട്, അതിൽ വീഴരുതെന്നുള്ള മുന്നറിയിപ്പാണ് ദൈവം നമുക്ക് നൽകുന്നത്. അപ്പാവൊക്കെ ഞാൻ വിടുക. യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തന്റെ അവകാശത്തെ കൈവിടുകയില്ല. ഇതൊക്കെ നമുക്കറിയാം. ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയും. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു ദൈവവൈതലാണോ ഞാനും നിങ്ങളുമെങ്കിൽ കർത്താവ് അങ്ങനെ തള്ളിക്കളയത്തില്ല. പരമാവധി ദൈവം നമ്മെ എന്ത് ചെയ്യും അറിയാമോ? അത് ബാലശിക്ഷ കഴിച്ചാണെങ്കിലും ഏത് വിധത്തിൽ കൂടെ ആണെങ്കിലും നിത്യതയിൽ എത്തിക്കാൻ ദൈവം ശ്രമിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാല് എനിക്കും നിങ്ങൾക്ക് വേണ്ടി കൊടുത്ത വില ചെറുതല്ല. സ്വർഗത്തിലെ ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ സ്വർഗത്തിന്റെ മകുടത്തിലിരുന്ന പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അതിന്റെ വില എന്ന് പറയുന്നത് ചെറുതല്ല. ആ മഹാഭാഗ്യം നമുക്കാ കിട്ടിയത്. ആ മഹാഭാഗ്യം കിട്ടിയ ഒരു നഷ്ടപ്പെട്ടു പോകുവാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ചില ആൾക്കാരുടെ നമുക്കറിയാം 90 വയസ്സായി കഴിയുമ്പോൾ ചില ആഴ്ചകൾ കിടന്ന് ഞരങ്ങുകയും പറയാം. നമുക്ക് ചോദിച്ചു, ദൈവമേ ഇനി ഇതിനെയൊക്കെ കഷ്ടപ്പെടുത്താനൊക്കെ എടുത്തോണ്ടേ. ചിലതൂടെ ശരിയാകണമുണ്ട്, ചിലതൂടെ ഏറ്റു പറയാനുണ്ട്. കാരണം നിന്നെ കായാൻ ദൈവത്തിന് മനസ്സില്ല. ഇതാ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. കർത്താവ് നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു. ആ ദൈവ സ്നേഹവും തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹവും അതിന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയുണ്ടല്ലോ ഒരു വലിയ വിടുതല. അപ്പൊ നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ദൈവം തരും. ദൈവം കുഴി കുഴിക്കുന്നുണ്ട് ദുഷ്ടന്, അത് മാറിപ്പോകത്തില്ല. 17 വായിക്കുന്നു, യഹോവ എനിക്ക് സഹായമായിട്ടില്ലെങ്കിൽ എന്റെ പ്രാണൻ വേഗം വനവാസം ചെയ്യുമായിരുന്നു. ഞാനിവിടെ ആയിരിക്കുന്നത് എന്തിനറിയാമോ? ഈ പ്രാണൻ ഇന്നും എന്റെ ശരീരത്തിലുണ്ട്. ഞാനും നിങ്ങളിവിടെ ആയിരിക്കുന്നത് യഹോവയുടെ സഹായം കൊണ്ടാണ്. ഒരുപാട് പേര് പട്ടുപോയ രോഗമാണ്. മരണം ഉണ്ടാകത്തില്ലെന്നല്ല, പട്ടുപോയ അവർ കുഴിയിലേക്കാ പോയതെങ്കിൽ അത് വലിയ കഷ്ടമാണ്. എന്നാൽ എന്നെ നിങ്ങളെ നിർത്തിയിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? ബാലശിക്ഷ കഴിച്ച് ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി അതിന്റെ നമ്മള് ആ ഭാഗങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് മുന്നോട്ട് വിടുകയാണ്. അതിന്റെ 20-ാം വാക്യം ഞാൻ വായിക്കുന്നു. നിയമത്തിന് വിരോധമായി
കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യതയുണ്ടാവും. ഇത് ഒരു ദൈവവൈദ്യനോട് അന്ന് ഈ വചനം അന്ന് ഈ ദൈവദാസൻ പറയുമ്പോൾ ദൈവദാസന്റെ ഒരു ചോദ്യം, ദുഷ്ടത നിർമ്മിക്കുന്ന 20-ാം വാക്യം, ദുഷ്ടത നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യതയുണ്ടാവും. അപ്പൊ ഈ ഒരു ദുഷ്ടസിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവരുടെ എന്ത് ചെയ്യുക? നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുക. അങ്ങനെ ഒരു ദുഷ്ടസിംഹാസനമുണ്ട്. ആ സിംഹാസനം ഇരിക്കുന്ന ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇത് വളരെ നമ്മൾ മറന്നുപോകുന്നത്. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതാൻ പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ വസിക്കുന്ന ഇടം സാത്താന്റെ സിംഹാസനം ഉള്ളണമെന്ന് ഞാൻ അറിയും. അപ്പൊ നമ്മൾ വസിക്കുന്ന ഇടത്ത് ആരുടെ സിംഹാസനമായിരിക്കുന്നത്? സാത്താന്റെ സിംഹാസനമായിരിക്കുന്നത്. ഇവിടെ വന്നിരുന്നുകൊണ്ട് ഓസാക്കാനെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർത്തില്ല. മനസ്സിലായി? നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അവനെ ഒരു ആട്ടാട്ടി കഴിയുമ്പോൾ അവനെ ഒരൊറ്റ ഓട്ടമാണ് കൊടുക്കുന്നത്. കാരണം അവന്റെ സിംഹാസനം ഇവിടെ ഇരിക്കുക എന്ന് അവൻ ഏറെത്തോട്ടത്തിൽ അവന് അതിനുള്ള അധികാരം പ്രാപിച്ചു അന്ന് മുതൽ ഇരിക്കുക. എന്നാൽ ഒരു കാര്യം പറഞ്ഞുപോലെ ഈ 94-ാം സങ്കീർത്തനവും വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായങ്ങളും ചേർത്ത് വായിക്കണം. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അങ്ങനെ വായിക്കുമ്പോഴറിയാം ദൈവത്തിന്റെ ന്യായവിധിയുണ്ടോ, ദുഷ്ടൻ എന്തൊക്കെയാ കൊടുക്കുന്നത്, ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം ലഭിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതയാണ്. ദൈവവചനത്തിൽ നമ്മളോട് വെളിപ്പെടുത്താത്ത ഒരു കാര്യവും. ഒരു ദൈവവചനം എന്തോ കിട്ടും. ഈ ലോകത്തിൽ കഷ്ടതയൊക്കെ സഹിച്ചു, ഈ ലോകത്തിൽ ഭാരമൊക്കെ സഹിച്ചു. വെളിപ്പാട് പുസ്തകം 7-14 മുതൽ 17 വരെ ഒന്ന് വായിച്ചാൽ നമ്മളത് വായിച്ച് കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നുകൂടെ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. വെളിപ്പാട് പുസ്തകം 7-14 മുതൽ 17 വരെ ഒന്ന് വായിച്ചേക്കാം. വെളിപ്പാട് പുസ്തകം 7-14 മുതൽ 17 വരെ. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ഇവരുടെ ചോദ്യം വലുതാണ്. ഇവർ ജീവിച്ചിരുന്ന കാലത്തെല്ലാം ഇവർ ചോദിച്ചു, ഈ കഷ്ടത എന്ന് മാറും, ഈ ദുഷ്ടന്മാരുടെ ഇടയിൽ കിടന്ന് ഞങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് മാറും. കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കി അലക്കി വൃത്തിയാക്കി ഇവർക്ക് വരാൻ ഭാഗ്യം ലഭിച്ചു. അവരുടെ സന്തോഷത്തെ കുറിച്ച് അവർ കർത്തവാക്യം പറയിച്ചു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഇതാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യം. ദൈവമക്കൾ മറന്നു പോകുന്നത് ഈ കഷ്ടത സഹിക്കുന്നത് കൊണ്ട്, ഈ ഭാരം സഹിക്കുന്നത് കൊണ്ട്, ഈ ചോദ്യം ഇതെന്നും ചോദിച്ചുകൊണ്ടിരിക്കും. കർത്താവ് ഈ ദിവസം വരെ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, ദൈവമേ ഇത് നമ്മൾ കാണുന്നില്ലയോ? എന്നാൽ അതിനൊരു മറുപടിയായി വരുന്നേ, നിന്റെ കണ്ണിനീര് മാറാൻ പോകും. നിനക്ക് വിശക്കുകയും ദാഹിക്കുകയും ഇല്ലാത്ത ഒരു ദിവസം വരും. നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതാണ് ദൈവത്തിന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഇത് പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ വാത്സല്യം നാം പ്രാപിക്കണം. ദൈവത്തിന്റെ വചനം നാം അനുസരിക്കണം. ഒരിടത്ത് ദുഷ്ടനെ പിടിപിടിച്ചുകൊണ്ടിരിക്കുക, മറ്റൊരിടത്ത് കണ്ണിലെ കണ്ണുനീര് തുടയ്ക്കുന്നതിന് വേണ്ടി സർവശക്തൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ദൈവത്തിലെ ദിവസങ്ങളില് ഈ ദുഷ്ടസിംഹാസനമുള്ള ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഇതിനൊരറുതി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ സിംഹാസനത്തിന് ഒരു അറുതിയുണ്ട്, അത് നമ്മൾ മറന്നു പോകരുത്. ദാനിയേലിന്റെ പുസ്തകം 11:32 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാ പറയുന്നത്, നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഇവിടെ ഈ ലോകത്തില് ദുഷ്ടത നിയമത്തിന് വിരോധമായ ഈ ദുഷ്ടതയല്ല ഉണ്ടാക്കുന്നത്. ദൈവ നിയമത്തിന് വിരോധമായുള്ള ദുഷ്ടതയാണ് ഈ ലോകത്തിലെ സകല ഭരണങ്ങളും ഉള്ളത്.
നിങ്ങൾ വിചാരിക്കരുത് ഇന്ന ഭരണം വന്നാൽ നമുക്ക് രക്ഷയുണ്ട്, ഇന്ന രാജ്യത്തെ ഭരണം വന്ന ഒരു ഭരണവും വന്നാൽ രക്ഷയില്ല. കാരണം എന്നറിയാമോ? ഇവിടെ ഒരു സിംഹാസനം സ്ഥാപിച്ചിട്ടുണ്ട്. ആ സിംഹാസനത്തിൽ ഇന്ന് അന്തം വരുമോ അന്ന് ആ സിംഹാസനത്തിന് അന്തം വരുത്തിയിട്ട് സ്വർഗീയ ദൈവത്തിന്റെ സിംഹാസനം ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന ദിവസമുണ്ട്. അന്ന് വരെ ഈ നിയമവിരുദ്ധമായ പ്രവൃത്തികൾ നടക്കും. അന്ന് വരെ കയ്യിന്റെ കാലത്തുണ്ടായിരുന്ന ഹാവേലിന്റെ രക്തം മുതല് ഇന്നുവരെയും ആ രക്തം നിലവിളിച്ചുകൊണ്ടിരിക്കുക. ഇനി ചിലരൂടെ വന്നു ചേരണം. ദൈവത്തിന്റെ ഇതമാണ് വന്ന ഒരു ദൈവവൈദ്യനോട് പറയുന്ന നീ കഷ്ടതയൊക്കെ സഹിച്ച് ദൈവസേനയിൽ ചെല്ലുമ്പോൾ ദൈവവൈദ്യരുടെ പക്ഷേ ചോദിക്കുന്ന ചോദ്യമാണ് എന്നാ ഇനി പ്രതികാരം ചെയ്യുന്നത്. അപ്പോഴാണ് പറയുന്നത് ചിലരൂടെ വരാനുണ്ട്, ചിലരെ കൂടെ എനിക്ക് ചേർക്കാനുണ്ട്. ഇതെല്ലാം കഴിയുമ്പോഴാണ് ഞാൻ എന്റെ കാര്യം വെളിപ്പെടുത്തുന്നത്. വെളിപ്പാട് പുസ്തകം 16-ന്റെ 10ഉം 11ഉം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇതെന്ത് തീരുമെന്ന്. 5-ാമത്തെ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടു. ന്യായീകരണ അന്ത്യം വരാൻ പോവുക. ദൂതന്റെ കയ്യിൽ ഈ കലശമൊക്കെ കൊടുത്തു നിർത്തിയിരിക്കുക. ഇതിന്റെ അന്ത്യം എന്ത് വരുമെന്ന് അറിയാമോ? ഇത് 5-ാമത്തെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ച അപ്പോൾ അതിന്റെ ആ സിംഹാസനം എത്തിയിരുന്ന ഇരുണ്ടുപോയി. ഇത് നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല, പക്ഷെ മാറ്റാൻ കഴിവുള്ള ഒരുവനെയാണ് നാം സേവിക്കുന്നത്. 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൻ സ്വർഗത്തിലെ ദൈവത്തെ സൂക്ഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തി വിട്ട് മാനസാന്തരപ്പെട്ടു. ഇന്ന് ഈ കഷ്ടത ഇന്ന് നമുക്ക് വളരെ പ്രയാസമുണ്ട്. പക്ഷെ ഈ കഷ്ടത നിമിത്തം നാവ് കടിക്കുകയും ഈ കഷ്ടത നിമിത്തം നാവ് കടിക്കാൻ പറഞ്ഞാൽ അത് ചെറിയ കടിയല്ല. അതിനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഒരു ഭയങ്കര കഷ്ടത ദൈവം ദുഷ്ടനൊരുക്കുന്നുണ്ട്. ദൈവവേദന എന്ന് പറയുന്നത് ഞാൻ സമയക്കുറവുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുവാൻ പോവുകയാണ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, അല്ലെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. എന്റെ പരിപാലകൻ എന്റെ കൂടെയുണ്ട്. എന്നെ ബാലശിക്ഷ കഴിച്ച് എന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ, എന്റെ കണ്ണിലെ കണ്ണുനീര് തുടയ്ക്കുവാൻ, എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു ദിവസമുണ്ട്. ദുഷ്ടന് ദൈവം കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുഷ്ടസിംഹാസനമുള്ള ഈ ലോകത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഇത് നമ്മുടെ കർത്താവിന് നല്ലവണ്ണം അറിയാം നമ്മളായിരിക്കുന്ന ഇടം എവിടെയാണെന്ന്. സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമാണെന്ന് നമ്പുരാൻ അറിയാം. എന്നാൽ പരിപാലിക്കുന്നവൻ നമ്മെ പരിപാലിക്കും. ഒരു കാര്യം മറന്നു പോകരുത്, ഇവരുമായി സഖ്യത ചെയ്യുവാൻ ഒരിക്കലും ഇടയാകരുത്. ഈ ദുഷ്ടസിംഹാസനവുമായി സഖ്യത ചെയ്യുവാൻ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഇടയാകരുത്. ഇന്ന് പലർക്കും തെറ്റിപ്പോയ കാര്യം അതാണ്. ഇത് എടുക്കുന്നുണ്ട്, ഈ ദുഷ്ടസിംഹാസനവുമായി സഖ്യതയുമുണ്ട്. ഇരുന്നോടിയും കാലി ചവിട്ടി ഒരിടത്ത് എത്താത്ത നിലയിലേക്ക് നീങ്ങുവാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന ദൈവപൈതലെ ഞാൻ ഈ പകൽക്കാലം പറയട്ടെ, ഈ ദുഷ്ടസിംഹാസനവുമായി എനിക്കൊരു സഖ്യതയില്ല. എനിക്കൊരു സിംഹാസനം സ്വർഗത്തിലുണ്ട്. അവിടെ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ന്യായം വിധിക്കുന്ന കർത്താവ് ഇറങ്ങി വരുന്നു. ഈ ലോകത്തിലെ ദുഷ്ടസിംഹാസനം ഇട്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. ഒരിക്കലും മാറ്റമില്ലാത്ത സ്വർഗീയ സിംഹാസനത്തിലിരുന്ന് എന്റെ കർത്താവിനോടൊപ്പം വാഴുവാൻ കർത്താവെ എന്നെ യോഗ്യയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കും. If you love me, obey my commandments, and I'll ask the Father to give you another advocate who will never leave you. He is the Holy Spirit who leads into all truth. The world cannot receive him because it isn't looking for him and doesn't recognize him. But you know him because he lives. But you will know him because he lives with you now and later will be in you. John 14 verses 15 to 17. Amen. Praise the Lord. And people like me so hungry about how well I know it. Amen. Praise the Lord. Psalm 117. Praise the Lord, all you nations. Exalt him, all you peoples. For great is his love, steadfast love towards us, and his faithfulness endures forever. Praise the Lord. Amen. Psalm 147, 5. Great is the Lord
and mighty in power. His understanding has no limit. Amen. Praise the Lord. Psalms 119 verse 35 and Psalm 119 verse 35 and 36. Make me walk in the path of your commandments, for I delight in it, incline my heart to your commandments and not to covetousness. Praise the Lord. When the Son of Man comes in his glory, all the angels with him, he will sit on his glorious throne. Matthew 25, verse 31. Amen. I'm the Lord, and there is no other. There is no God besides me. I will go to though you have not known me. Isaiah 45, verse 5. Amen. Honor your father and your mother, so you may live long the land that the Lord your God is giving you. Exodus 20, verses 12. Amen. Blessed are the found in the world who walk in the law of the Lord. Blessed are those who keep his testimonies and seek it with their whole heart. They also do not iniquity their walk in his ways. You have commanded us to keep your precepts to let them be. Psalms 119 verse 1 to 4. Amen. Romans 12, verses 17 to 19. Do not repay anyone evil for evil. Be careful to do what is right in the eyes of everyone. If it is possible, live at peace with everyone. Do not take offense at your peace, but leave room for God, for it is written, it is mine to avenge, I will repay, says the Lord. Amen. Galatians chapter 3, verses 28 to 29. For there is neither Jew nor Greek, there is neither slave nor free, there is neither male nor female, for you are all one in Christ Jesus. And if you are Christ, then you are Abraham's seed and heirs to the promise. Amen. Praise the Lord Jesus. There is therefore now no condemnation for those in Christ Jesus. For the law of the Spirit of life has set you free in Christ Jesus from the law of sin and death. For God has done what the law, making by the flesh, could not do. By setting his own Son down in the likeness of sinful flesh under sin, he condemned sin in the flesh, in order that the rest of crime of the law might be fulfilled in us who walk not according to the flesh, but according to the Spirit. Romans 8, verses 1 to 4. Amen. Praise the Lord. Blessed be the Lord my rock, who trains my hands for war and my fingers for battle. For he my steadfast love and my fortress, my stronghold and my deliverer, my shield and whom I take refuge in, who subdues people under me. Psalms 144, verses 1 to 2. Amen. In mercy and truth, atonement is provided for the iniquity, but by the fear of the Lord one departs from evil. When a man's way pleases the Lord makes even his enemies be at peace with him. Better is little with righteousness than vast revenues without justice. A man's heart plans the ways, but the Lord guides his steps. Proverbs 16, verses 6 to 9. Thank you.
meditation to the Word of God. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തെ ആധാരമാക്കിയാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. I'm looking to talk from the book of the Acts of Apostles, chapter 10. അപ്പോസ്തലനായ പത്രോസിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു വെളിപ്പാടുണ്ടായി. അത് മാത്രമല്ല കൈസരിയിലുള്ള കൊർന്നേലിയോസ് എന്ന മനുഷ്യന്റെ ജീവിതത്തിലും അതേ വെളിപ്പാട്, ഒരേ ആളുകളുടെ രണ്ടുപേരുടെ ജീവിതത്തിൽ ഒരേ വെളിപ്പാട് വെളിപ്പെട്ട് ഒരു ദൈവപ്രവൃത്തി സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. Over here we see the revelation of God happening to the Apostle Peter, and also at the same time there was a revelation that happened in Caesarea to Cornelius. Praise the Lord. ഒരേ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരേ വിഷയം രണ്ടു പേരോട്, ഒന്ന് ഒരു അപ്പോസ്തലനാണ്, മറ്റൊന്ന് ഒരു സാധാരണ മനുഷ്യൻ, പക്ഷേ തന്നെ ഒരു ഉദ്യോഗസ്ഥനാണ്. Over here we see the work of the Holy Spirit happening at the same time, one with Apostle Peter and the other with a common man. He is a known man, and it's Cornelius. Praise the Lord. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമാണ്. ഈ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്ന അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിക്ക് മീതെ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് നാം ഈ ദിവസത്തിൽ ചിന്തിക്കുന്നു. These days we've been talking about the work of the Holy Spirit. We see the work of the apostles, but above that we see how the Holy Spirit has been working in these chapters. Praise the Lord. ദൈവസഭ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന ദൈവസഭയുടെ ഇനോഗ്രേഷൻ, ദൈവസഭയുടെ മുന്നോട്ടുള്ള പ്രയാണം, ദൈവസഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ദൈവസഭ വളരുന്ന വ്യാപിക്കുന്ന ഒരു സംഭവമാണ്. ചരിത്രപരമായി ദ ഹോളി ഹിസ്റ്റോറിക്കൽ ബുക്ക്, ഏക ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തി, നിയമത്തിലെ ഏക ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തിയിലൂടെ നമുക്ക് കാണുന്നത്. So here in the book of Acts, it's more of a historical book that talks about the starting of the church, the growth of the church and the moving of the church, and how the church was growing through the influence of the Holy Spirit. ഇന്നൊക്കെ ദൈവസഭകൾ ഓർഗനൈസേഷൻസ് ആണ്, ഓർഗനൈസേഷൻ ലെവലിലാണ് പോകുന്നത്. അത് ഒത്തിരി മാനുഷികതയുണ്ട് ദൈവസഭകളുടെ പലരുടെ പ്രവർത്തനത്തിൽ. പക്ഷെ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് വളർന്നതും മുന്നേറിയത്. Nowadays when we see the churches over here, it's more of an organization setting where a lot of work has been done through the influence of man. But in the first century, when we look at the church, the growth of the church, we see it is only through the main influence of the Holy Spirit. Praise the Lord. നമുക്ക് ഇനിയിപ്പോൾ അതിനേക്കുള്ള ഈ ഓർഗനൈസേഷണൽ ലെവലിൽ പോകുന്ന ആ ഒരു അവസ്ഥയൊക്കെ മടക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ദൈവസഭയെക്കുറിച്ച് വചനം പറയുന്നത് ദൈവസഭ എപ്പോഴും മുന്നേറേണ്ടത് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ കൃപയുടെ പ്രതലത്തിലാണ്. The platform of grace. Over here it's very hard to change the setting from an organization back into how the Holy Spirit is leading. But according to the Word of God, we are supposed to be on the platform of grace and we move to the working of the Holy Spirit. ഇന്നും സ്വർഗത്തിൽ കുറിച്ചിടുന്ന ദൈവസഭ, കർത്താവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ മുന്നേറ്റം, ദൈവരാജ്യത്തിന്റെ മുന്നേറ്റം എന്നുള്ള തരത്തിൽ ഓർമ്മയുടെ പുസ്തകത്തിൽ തമ്പുരാൻ കുറിച്ചിടുന്ന ഏത് വളർച്ചയും അത് നടക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ മാത്രമായിരിക്കും. മറ്റേതൊക്കെ എഴുതി തള്ളുന്നതായി. The book of life, when God is writing about the work of the situation of the church, it should be written to the work of the Holy Spirit. Anything else should be not written in it. നാം ചെയ്യുന്ന പ്രവൃത്തി സ്തോത്രം ദൈവരാജ്യത്തിന്റെ ഭാഗമാണെങ്കിൽ അതിൽ ചെയ്ത ഒരു ചെറിയ പ്രവൃത്തിയുള്ളൂ. കർത്താവ് യേശുക്രിസ്തു വാക്കിൽ പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്ത ഒരു പ്രവൃത്തിയാണെങ്കിൽ പോലും അതിന്റെ കറക്റ്റ് കോപ്പി ദൈവസന്നിധിയിലുണ്ട്. ഇറ്റ് വിൽ ബി റിട്ടൺ വെരി ക്ലിയർലി. ഇത് കാരണം ദൈവരാജ്യത്തിന് വ്യാപ്തി ഉണ്ടായി. ഈ പ്രവൃത്തി ദൈവഹിതപ്രകാരം പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ചെയ്തതാ. വെരി ക്ലിയർ പ്രോജക്ട്. ചർച്ച് എന്നുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ചർച്ച് എന്നുള്ളത് ഓർഗനൈസേഷൻ അല്ല, ചർച്ച് എന്നുള്ളത് ദൈവത്തിന്റെ അകതാരിലെ ഏറ്റവും വലിയ പദ്ധതിയാണ്. അതിന്റെ മൈന്യൂട്ട് കാര്യവും ദൈവസന്നിധിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Whatever work we do for the kingdom of heaven, even if it's the smallest work like giving a glass of water for the kingdom of heaven, whatever we do, whatever act, even the minute act that we've done is written in the book of God. ദൈവസഭ, ചർച്ച് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കർത്താവ് വിലയ്ക്ക് വാങ്ങി നിയോഗിച്ച് നിയമിച്ച് മുന്നോട്ടാക്കി വെക്കുന്ന ദൈവസഭ, ആഗോള ദൈവസഭയാണ്. കർത്താവിന് ഇന്നും ഇൻട്രസ്റ്റ് ഉള്ള ഏക കാര്യം ഈ ലോകത്ത് ദൈവസഭയാണ്, ദൈവസഭയുടെ മുന്നേറ്റമാണ്, ദൈവസഭയ്ക്ക് വേണ്ടിയാണ് കർത്താവ് ഇനിയും വരുന്നത്.
മറ്റു കാര്യങ്ങളോ രാജ്യങ്ങളുടെ കാര്യമോ അതെല്ലാം അതിന്റെ കീഴിലേ വരും. തമ്പുരാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള, തമ്പുരാൻ നോക്കി കാണുന്ന ഏക പ്രോജക്ട് ചർച്ച്, ദൈവസഭ എന്നുള്ള അതിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ കൂട്ടത്തെയാണ് ദൈവം ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാം അതിന്റെ കീഴിലേ വരും, അതിന് സെക്രട്ടറി ആയിട്ട് വരത്തുള്ളൂ. The church of God that is being brought by the price of the blood of Jesus Christ, the focus of God is for the growth of the church, the moving forward of the church, and that is His main focus. Anything after that is below it. നമ്മൾ ദൈവസഭയ്ക്ക് മേലുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തോ അതിൽ നാം തെന്നി മാറി പോകുമ്പോൾ ദൈവത്തെ നമുക്ക് ദൈവസഭ എന്ന് പറഞ്ഞാൽ ഓരോ കല്ലുകൾ ക്രിസ്തു എന്ന മൂലക്കല്ലോട് ചേർത്ത് പണിയപ്പെട്ട ജീവകല്ലുകൾ, രക്ഷിക്കപ്പെട്ട വീണ്ടുജന്മം പ്രാപിച്ച് ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഏതൊരു ദൈവം, അതാരും ഏത് ഭാഷക്കാരനോ ഏത് ജാതിക്കാരനോ ആവട്ടെ, അവരെ നോക്കി ദൈവം വിളിക്കുന്നതാണ് ദൈവസഭ. അല്ലാതെ പെന്തക്കോസ്തുകാരെ മാത്രം നോക്കി ദൈവം വിളിക്കുന്നതല്ല ദൈവസഭ. അങ്ങനെ ചിന്തിക്കുന്നത് people who are going again, who are going with the plan of God, who are not slipping away from the plan of God, who have been brought by the blood of Jesus Christ, and who are close to the cornerstone. Those people are called the children of God. It's not only just a specific group of people. Yes. അപ്പോൾ അങ്ങനെ ഉള്ളവരുടെ മേൽ ദൈവത്തിന്റെ കട എപ്പോഴും ഉണ്ട്. ഭൂമിയിലൊന്നും ഉടാടി സഞ്ചരിക്കുകയാണ് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കാൻ. കർത്താവേ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി എനിക്ക് ഇന്നത് ചെയ്യണം, എന്നെ സഹായിക്കണമേ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കും. പക്ഷേ അങ്ങനെയുള്ള പ്രാർത്ഥന കേൾക്കുമെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടി എപ്പോഴും ഇതാണ്, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, കർത്താവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തിക്ക് വേണ്ടി ആര് നിലവിളിക്കുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ആത്മാർത്ഥമായി ദൈവമേ നീ അത് ചെയ്യണമേ നിലവിളിക്കുന്നു, അവർക്ക് വേണ്ടി ദൃഷ്ടി പരത്തി ഓടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. God looks into the people who are actually praying for the movement of the church of God, for the growth of God, and whenever they pray earnestly for the work of God to happen, God actually looks upon that request. Praise the Lord. ഇവിടെ നാം കാണുന്ന ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ ഒരു വലിയ സത്യം ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. Here when we read on this verse, we see a great revelation, a great promise of God's kingdom. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിലെ 18 വാക്യം മാത്രം വായിച്ച് ഒരു വാക്യമായി വായിച്ച് സ്തോത്രം, ആ സന്ദേശം ആ വാക്യങ്ങളുടെ ആ സന്ദേശം മുഴുവനുണ്ട് സ്തോത്രം. എങ്കിലും ആ വാക്യങ്ങൾ വായിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 15-16 വാക്യം മാത്രം വായിക്കും. Acts chapter 10 verse 15 and 16. ആ ശബ്ദം രണ്ടാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. And a voice spoke to him again the second time. What God has cleansed you must not call common. This was done 3 times, and the object was taken up into heaven again. Praise the Lord. ദൈവം ശുദ്ധീകരിച്ചതിനെ, praise the Lord, what God has made clean. Hallelujah. Praise the Lord. Gospel that shows no മുഖപക്ഷമില്ലാത്ത ദൈവത്തിന്റെ സുവിശേഷം. Hallelujah. What God has made clean, the gospel that shows no favoritism. Praise the Lord. പത്രോസ് വിളിച്ചു പറഞ്ഞത് ദൈവമേ നീ മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. Praise the Lord. Peter says that God. Peter is saying that God that is unclean. Yeah, God does not show any favoritism. പത്രോസ് പറഞ്ഞപ്പോൾ തന്നെ പത്രോസിന്റെ ഉള്ളിൽ ഉണ്ടായ മാറ്റം, ഷിഫ്റ്റിംഗ് ഓഫ് അല്ലേ, നിലപാട് മാറ്റം, തന്നെ മുതൽ മാനസാന്തരം. പത്രോസിന്റെ ജീവിതത്തിൽ വന്ന ഈ വിഷയത്തെ കുറിച്ചുള്ള താൻ എന്താണോ കടുപ്പെടുത്തപ്പെടുന്നത് അതിൽ വന്ന ഒരു മാനസാന്തരത്തിന്റെ പരിണിത ഫലമായി താൻ വിളിച്ചു പറഞ്ഞ ദൈവമേ നീ മുഖപക്ഷം കാണിക്കുന്ന ദൈവമല്ലെന്ന് ഞാൻ അറിയുന്നു. Through this story we see that a transformation happened to Peter, and over here Peter has a realization that God does not show any favoritism. Praise the Lord. Hallelujah. അദ്ദേഹം സ്തോത്രം വളരെ അത്ഭുതത്തോടെ ദൈവസന്നിധിയിൽ പറഞ്ഞ കാര്യമാണ്, കർത്താവേ നീ മുഖപക്ഷമില്ലാത്ത ദൈവമെന്ന്. ഹല്ലേലൂയ. ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകി
സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തിയപ്പോൾ പത്രോസ് പറയുകയാണ്, നീ മുഖപക്ഷം കാണിക്കാത്ത ദൈവമാണ്. Over here we see that in the story Peter is saying that God will not show any favoritism to any special race. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, ഒന്നാമതായി നാം കാണുന്നത് പ്രൊക്ലമേഷൻ, ദൈവിക സുവിശേഷത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് നാം ആദ്യമായി കാണുന്നത്. Over here we see a proclamation about the message of the gospel. Praise the Lord. ആ വിളിച്ചു പറയലിനകത്ത് ആദ്യമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വ്യക്തിയാണ്, മനുഷ്യനെയാണ്, കൊർന്നേലിയോസ്. Over here we see a story about a specific person, Cornelius. ദൈവം തന്റെ പ്രവൃത്തിക്ക് വേണ്ടി തന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഒരു സാഹചര്യത്തെ ഒരുക്കിയിടുകയാണ്. God, when He's trying to have His work being shown, He's making a situation arise from that. Yes. ദൈവിക സുവിശേഷം ഈ ലോകം മുഴുവൻ വ്യാപരിക്കുവാൻ കാരണമായ കർത്താവിന്റെ ക്രൂശീകരണം നമുക്കറിയാം. ഗലാത്യർ 4-ാം വാക്യം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം ചെയ്ത ദൈവത്തിന്റെ പുത്രനെ അയച്ചു. God was preparing this world, praise the Lord, for the coming of His Son. He well prepared that scenario. ആ ഒരു സാഹചര്യത്തെ ദൈവം വ്യക്തമായി ഒരുക്കിയിട്ടുണ്ട്. ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും വ്യക്തമായി ഒരുക്കിയിട്ടാണ് the cross event, കർത്താവിന്റെ ജനനം, ശുശ്രൂഷ, ക്രൂശീകരണം, ഉയർത്തെഴുന്നേൽപ്പ്. ഈ കാര്യം വളരെ പ്ലാൻഡ് ആയിട്ട് ദൈവം ചെയ്ത ഒരു കാര്യമാണ്. കാലസമ്പൂർണതയിൽ ദൈവം ചെയ്ത പ്രവർത്തനം. Over here in Galatians chapter 4 verses 4, we see that God purposely made all the situation ready for the coming of Christ, for Him to be born and for Him to be crucified. God made sure that everything was done perfectly before the arrival of Jesus. Praise the Lord. ഒരുപാട് പ്രിപ്പറേഷൻ നമുക്കറിയാം. കോൺഫറൻസ് നടത്തുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യുന്നതുകൊണ്ട് നാം വളരെ ശ്രദ്ധിക്കും. ഒരുപാട് ക്രമീകരണങ്ങൾ ഇതിന് മുമ്പിൽ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. ദൈവം നമുക്ക് ചെയ്യുന്ന പ്രിപ്പറേഷനിലൊക്കെ പരിമിതി കുറവുകൾ കാണുന്നത്. ദൈവം ചെയ്ത പ്രിപ്പറേഷനിൽ ഒരല്പം പോലും വ്യത്യാസമില്ലാതെ ടൈമിങ്ങിലും പ്ലേസും എല്ലാം പ്ലേസ്മെന്റ് is so perfect. ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും like how we get ready for that part, we see that because this is happening for the very first time, we do a lot of preparation for it. Just in the same way, God has also been preparing for the coming of Jesus Christ into the world. And when we get prepared for some things, sometimes we might have some shortcomings in it, but when God prepares it, it's always perfect and there's no shortcomings in it. ഇവിടെ നാം കാണുന്ന ദൈവസഭയുടെ മുന്നേറ്റം നടന്നപ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം വന്നപ്പോൾ 9-ാം അധ്യായം നാം കാണുന്നുണ്ട്. പൗലോസ് എന്ന ശൗൽ എന്ന പൗലോസിന്റെ ഒരു മാനസാന്തരം നാം കാണുന്നുണ്ട്. അതിനുശേഷം വന്നപ്പോൾ ഇവിടെ പത്രോസിനെയും കൊർന്നേലിയോസിനെയും രണ്ടുപേരെ ദൈവം സ്പർശിക്കുകയാണ്. അതിൽ ദൈവത്തിന്റെ സർവാധികാരം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് നമുക്ക്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിയിൽ പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. When we were reading from Acts chapter 9, we saw the transformation of Paul to Saul, and we go into Acts chapter 10. Over here we see the work of the sovereignty of God happening with Peter and with Cornelius. ഒന്നാമത്തെയാണ് കൊർന്നേലിയോസ്. ഫസ്റ്റ് ക്യാരക്ടർ ഈസ് കൊർന്നേലിയോസ്. കൊർന്നേലിയോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വലിയൊരു സാക്ഷ്യമുണ്ട്. ആ മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹം കൈസരിയ ഇത്താലിയ എന്ന പട്ടാളത്തിൽ കൊർന്നേലിയോസ് എന്നൊരു ശതാധിപനായിരുന്നു, സെഞ്ചുറിയൻ. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകും. Over here, the first character we see in this chapter is about Cornelius, who is a centurion in the Italian cohort. God talks about him as a testimony about him, of him being a devout man who feared God with all his household. He gave alms generously to the people and prayed continually to God. അദ്ദേഹം ഒരു ജാതീയ മനുഷ്യനാണ്. ഒരിക്കലും അദ്ദേഹം ഒരു യഹൂദനല്ല, അദ്ദേഹം ക്രിസ്ത്യാനിയല്ല. ദൈവത്തെ എങ്ങനെ അദ്ദേഹം അറിഞ്ഞെന്നുള്ളത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അറിഞ്ഞ സത്യത്തിൽ തന്നെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? താൻ ചെയ്യുന്ന ധർമ്മം, താൻ ദൈവസന്നിധിയിൽ ഭക്തനായിരിക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. Over here we see Cornelius, he was a Gentile. He was not even a Jew or a Christian, but he worshipped the God of the Jews, and all the work he did was to please God. ഒരു വാക്കിനെ വളരെയധികം എന്നെ ചിന്തിപ്പിച്ചു. ഇറ്റാലിയ എന്ന റോമൻ പട്ടാളത്തിന്റെ ഒരു കൊഹോട്ടാണ്, ഒരു ഭാഗം. അതിനകത്തെ സെഞ്ചുറി ശതാധിപനാണ്.
He is a very busy man. And ശതാധിപതി എന്ന് പറയുമ്പോൾ വളരെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ഒരു പട്ടാളക്കാരൻ. പക്ഷെ അവർ പറയുന്നു എപ്പോഴും താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Over here, one thing that caught my attention was Cornelius, who was known as an Italian cohort. He was a centurion. What that means was he was a very he was a very busy man, and he was he had a high position. But in fact of all this, he always had time to pray to God, continually to God. Praise the Lord. അതുകൊണ്ട് പദവിയും ജോലിയും സ്തോത്രം ബിസി ലൈഫ് ഷെഡ്യൂൾ ഒന്നും ദൈവത്തോട് ബന്ധപ്പെടുന്നതിനും പ്രാർത്ഥനയ്ക്ക് വരുന്നതിനും കൂട്ടായ്മ തടസ്സപ്പെടുന്ന ദൈവം വരെ നമ്മൾ പഠിപ്പിക്കുന്നു. So here we understand from the word of God that how busy our life is, or what comes, what we have coming in our lives, that should not hinder to us praying to God or assembling in His presence. Praise the Lord. Hallelujah. എന്നാൽ ഈ മനുഷ്യനെ കുറിച്ചുള്ള സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള വലിയ ദൈവിക ഇടപാടിലൂടെ പത്രോസിനെ വിളിച്ച് പ്രസംഗം കേട്ട് അവിടെ വലിയ രൂപാന്തരം സംഭവിക്കാൻ തക്കതായ ഒരു ആവശ്യം ഈ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തുവാണ് ഞാൻ ചിന്തിച്ചു. So I thought why there was this need for him to call Peter to come into his house to preach and have a transformation in his life. പത്രോസിനോട് ഈ കൊർന്നേലിയസിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം പറയുന്ന സാക്ഷ്യം ഈ ആദ്യത്തെ 2 വാക്യങ്ങൾ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ വിശദമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു സ്തോത്രം പത്രോസിന്റെ അടുത്ത് പറയാ നീ പോണം പ്രസംഗിക്കണം. പിന്നെ ആളിനെ കുറിച്ച് ഒരു വിശദീകരണം പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 22 verse 22 സ്തോത്രം verse 22-ൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്തോത്രം. And over here when we look about this person Cornelius, we see a more specific information about him in Acts chapter 10 verses 22. Praise the Lord. And വായിച്ചതാ നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നേലിയോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണം എന്ന ഒരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. And they said, Cornelius, a centurion, a just man, an upright man, okay, one who fears God and has a God-fearing man, and has a good reputation among all the nation of the Jews. Yeah. യഹൂദന്മാരുടെ സകല രാജ്യത്ത് the whole Jewish nation എന്ന് പറഞ്ഞാൽ there are different tribes, different clan. യഹൂദന്മാർ ഇദ്ദേഹം യഹൂദനല്ല, ഇദ്ദേഹം ഒരു ശതാധിപൻ ജാതി. പക്ഷേ യഹൂദന്മാരുടെ പക്ഷേ അംഗീകരിക്കണമെങ്കിൽ ചില പ്രയാസമുള്ള കാര്യം. Over here we see the fourth point that he is well spoken, is well respected by the whole Jewish nation. When you talk about the Jewish nation, they talk about a lot of tribes, a lot of people, and for a person who is not Jewish to be respected by the Jewish nation, it is a very big thing. പാസ്റ്റർമാരൊക്കെ സ്ട്രഗിൾ കാര്യം എല്ലാവരെയും കൊണ്ട് സന്തോഷം പറയിപ്പിക്കുക, എല്ലാവരും കൊണ്ടും പറയിപ്പിക്കുക ഞാൻ നല്ല പാസ്റ്ററാണ്. എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല, ഇവിടെ എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് പറയുന്നത്. ഒരു ഗ്യാരണ്ടി എനിക്കില്ല. പക്ഷെ ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ പറയുകയാണ്, സകല യഹൂദന്മാരാലും നല്ലവനെന്ന് പറയിപ്പിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തോട് പറയുകയാണ് സ്തോത്രം ദൈവദൂതനെ ഇറങ്ങി, അല്ലാതെ പ്രവാചകൻ തലകേറ്റ് പറഞ്ഞല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്ഥലത്ത് നേരിട്ട് ഇറങ്ങിയെന്ന് പറയുക. പത്രോസിനെ വിളിച്ച് നീ പ്രാർത്ഥിച്ച് പ്രസംഗിക്കണം. എന്തിനാ? ചുമ്മാ നേരം പോക്കരുത്. ഒരു പ്രസംഗം നീ കേട്ടിട്ടില്ല, അവരുടെ പ്രസംഗം കേട്ടോ അല്ല, അവന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുത്തത്തക്ക രീതിയിൽ നിനക്കെന്തൊരു കുറവുണ്ട്, അതിനുവേണ്ടി ദൂതൻ ഇറങ്ങി പത്രോസിനെ വിളിപ്പിക്കണമെന്ന് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള മനുഷ്യനോട് മനുഷ്യൻ സംഭവിക്കും. ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ആരും നമ്മൾ സ്തോത്രം ഒന്നോട്ട് പോയി. ഞാൻ എന്തുകൊണ്ട് കൊർന്നേലിയോസിന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം അവരാണ് സ്തോത്രം. For such a respected man, Cornelius, the angel told him to call Peter to come into his house to pray for him, to preach to him, and also to have a transformation. And I thought, why would such a person, does the angel need to ask him to bring Peter to his home? Praise the Lord. It was a divine appointment. ദൈവത്താൽ സംഭവിച്ച നോട്ടീസിലൊക്കെ പ്രസംഗമൊക്കെ പോയാലല്ല, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പറയുക പത്രോസിനെ വിളി നീ പ്രസംഗം കേൾക്കണം. The reason is because it was a divine appointment by God, where God sent His angel to tell Cornelius to bring Peter to preach to him. നമ്മളുടെ ചിന്ത ഈ നല്ല മനുഷ്യർക്ക് അടുത്ത് നമ്മൾ സുവിശേഷം പറയാൻ പാടില്ല. നല്ല മനുഷ്യർ നമ്മുടെ രീതിയിലുണ്ടല്ലോ, നല്ലതായി ജീവിക്കുന്ന മനുഷ്യർ, ശുഭജനെ ജീവിക്കും, നമ്മളെക്കാൾ നല്ലൊരു മനുഷ്യർ.
അവർക്ക് സുവിശേഷം വേണ്ടാണ് നമ്മുടെ ചിന്ത. We have a thinking that if we see somebody who's doing good work, we don't need to spread the gospel to him because he's doing such a good work. ചിലർ പറയുന്നത് സുവിശേഷം എന്തുകൊണ്ട് പറയുന്നത്, ചിലർ പറഞ്ഞാൽ പക്ഷേ നോക്കുമ്പോൾ എല്ലാവരും നല്ലവർ, ആരോടാ ഒരു കുഴപ്പക്കാരൻ നോക്കി നടക്കുക സുവിശേഷം പറയാം. പക്ഷെ ആരെയും നമുക്ക് ഐറ്റം കുഴപ്പം നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഏകദേശം പെട്ട ഇനി ആരോടാണ് സുവിശേഷം പറയുന്നത്. പക്ഷേ ദൈവത്തിന്റെ പറഞ്ഞ കൊർന്നേലിയോസിന്റെ ജീവിതത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത് any man, any human being is an open mission field. ദൈവത്തിന്റെ കർത്താവിന്റെ സുവിശേഷം ഏതൊരുവനിലും രൂപാന്തരം വരുത്തുവാൻ പ്രാപ്തമായത് ഏതൊരു മനുഷ്യന്റെ ഉള്ളിലുണ്ട്. We might even think to ourselves, why should I give the gospel to somebody who is doing the good works and everything working right for them? But the gospel of God is open to any person in this world. നമുക്കത് അറിയണമെന്നില്ല. പക്ഷെ നാം ചെയ്യേണ്ടത് സുവിശേഷത്തിന്റെ വക്താവായി സ്തോത്രം ആ താക്കോൽ ഉപയോഗിച്ച് അവന്റെ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവന്റെ ജീവിതത്തിലെ പ്രശ്നമുള്ള മേഖല തുറന്നു വരും. When we use the gospel to give to somebody, we use that as a key to open their lives, their life before God. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഏത് ദൈവത്തിലും ജീവിതത്തിൽ സുവിശേഷം കൊണ്ട് രക്ഷിക്കപ്പെട്ട ഏത് ദൈവത്തിലും സുവിശേഷ വാഹകനായി സഞ്ചരിക്കുമ്പോൾ അത് ആരുമായിക്കൊള്ളട്ടെ നമ്മളുടെ ഉള്ളിൽ കർത്താവെന്ന രൂപാന്തരത്തിന്റെ പരിണിത ഫലമായി കർത്താവിന്റെ കൽപ്പനയാണ് സുവിശേഷം അറിയിക്കണം എന്നുള്ളത്. പാസ്റ്റർമാരുടെ മാത്രമല്ല, സുവിശേഷയോട് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവത്തിലുള്ള നിയോഗമാണത്. എന്നാൽ നാം ഒരു വ്യക്തിയോട് യേശുവിനെ പറ്റി പറഞ്ഞു സുവിശേഷം അറിയിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരേണ്ട മണ്ഡലം തുറന്നു വരും. The mission that is given to every born-again child of God is to take the gospel and give it to others so that there will be a transformation in their life. എല്ലാവരും ഈ പാപിയാണ്, നീ രക്ഷപ്പെടണം, നീ രക്ഷ പിടിക്കുന്നില്ലെന്ന് പറയുന്ന ടോൺ വർക്കാകുന്നില്ല. സ്വന്തം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ഒരു വ്യക്തിയോട് പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ, പുഞ്ചിരിക്കുമ്പോൾ, അവരുടെ വേദന കേൾക്കുമ്പോൾ, അവരുടെ വിഷയങ്ങൾ ഇടപെടുമ്പോൾ, ലോകകാര്യം സംസാരിക്കുമ്പോഴായിരിക്കും ഇതിനകത്ത് കാര്യങ്ങൾ കയറിവിടും. സുവിശേഷം അവരുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചിട്ട് ഏത് മണ്ഡലത്തിലാണ് ഇവർ രൂപാന്തരം വരേണ്ടത് എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിൽ ഇന്നും സാഹചര്യങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്. We should not be told by to others and saying that you are a sinner and you are supposed to forgive, but we should have a conversation with them using the gospel so that that gospel would open up their lives and there will be a transformation in them through the work of the Holy Spirit. നമ്മളൊരു കാര്യം ഇപ്രകാരം ചെയ്യുമ്പോൾ ഇത് നമ്മുടെ മുമ്പിലിരിക്കുന്ന മനുഷ്യനും സുവിശേഷം പറയുന്ന ജ്ഞാനം അല്ല അതിനെ നിയന്ത്രിക്കുന്നത്, തമ്പുരാൻ അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. The one who controls the situation when we talk to somebody about the gospel, we are not in control of it. The person who is listening is not in control of it, but God is in control of it. പക്ഷേ നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് 100% ദൈവത്തിന്റെ അപ്രൂവൽ ഉണ്ടാകണം. By the work that we are doing, we should have a 100% approval from God. ആത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവത്തിന്റെ ഉള്ളിൽ ദൈവം പറയും, ഇതാണ് നിന്നെ കുറിച്ച് ഇന്നുള്ള എന്റെ ആലോചന. സ്തോത്രം എന്ന് പറഞ്ഞ് നമ്മെ അങ്ങനെ നയിക്കും. അങ്ങനെയുള്ള ദൈവപ്രവൃത്തി ഇന്നും 2026 ലോകത്ത് നടക്കുന്നുണ്ട്. നമ്മിൽ നടക്കുന്നില്ലെങ്കിൽ നാം അതനുസരിച്ച് പ്രാർത്ഥിക്കുന്നില്ലെന്നുള്ളതാണ്. എന്നാൽ ഇങ്ങനെ സുവിശേഷത്തിന്റെ വ്യാപ്തി ഇന്നും ലോകത്തിൽ നടക്കുന്നുണ്ട്. A person who is walking in the Spirit of God, God has a control in his life, and He tells him, "Today, this is the plan that I have for you," and that is even in this age of 2026, that same process is still working. ഇനി അടുത്തത് ഈ കൊർന്നേലിയോസ് പെർഫെക്റ്റ് ആണല്ലോ, നമ്മുടെ നോക്കുന്നത് അവന് രൂപാന്തരം ആവശ്യമുള്ള ഈ കൊർന്നേലിയോസിന്റെ അടുത്തോട്ട് പറഞ്ഞിട്ടുള്ള പുള്ളി പത്രോസ് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. Oh, here now we see how Cornelius, what a good man he is, but now we're going to talk about Peter, who was sent to him. ഈ പ്രസംഗിക്കുന്ന പുള്ളിക്ക് മാനസാന്തരമാണ്. So the person who is preaching also needs a transformation. കാരണം പത്രോസിന്റെ ജീവിതത്തിൽ വലിയൊരു തടങ്കൽപ്പാടായിരിക്കുക. Because in Peter's life there is a big hindrance. അദ്ദേഹം ഹല്ലേലൂയ ഈ ഒരു പ്രിജിൽസ് വെച്ച് മുൻപിൽ വെച്ചിരിക്കുക, ദൈവത്തിന് യഹൂദന്മാരുടെ ഇടയിലെ പ്രവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞ് ജാതികളുടെ ഇടയിലേക്ക് ഇറങ്ങാതെ താൻ പിടിച്ച മുതലിൽ 4 പോകുന്നു പറഞ്ഞ് ഇരിക്കുന്ന ഒരു അപ്പോസ്തലനായ പത്രോസിന്റെ മേൽ ദൈവത്തിന്റെ സ്വർഗ്ഗം, അതും സ്വർഗ്ഗത്തിൽ തന്നെ ഇറങ്ങി വന്നേ, ദൂതനല്ല വന്നതേ ഉള്ളൂ. സ്തോത്രം.
Over here we see Peter who had a lot of prejudice in his life, thinking that the gospel was only for the Jews and not for the Gentiles, and the vision that came to him was directly from heaven and not an angel. എന്താണ് ലോകത്തുള്ള സകല ജീവജാലങ്ങൾ കടന്ന് തീവട്ടി ദൂതനെ ഇറക്കേണ്ട ദൈവം ദൂതനെ ഇറക്കും. സ്വതന്ത്രം അല്ലാത്തവർക്ക് ദൈവം വേറെ പലതും. Over here we see that a great sheet was descending with all the unclean thing, and God will decide what should come from heaven, whether it should be a vision or it would be an angel. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവം തന്റെ ഒരുക്കം പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അതിന് നമ്മുടെ ആരെ അപ്പോൾ ദൈവത്തിൽ വേണം. Preparation for the kingdom of heaven is the work that has to be done for the kingdom of heaven. God will be doing it, and He does not need our approval for it. Praise the Lord. നാം പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ട് പോവാം. ദൈവത്തിന്റെ പദ്ധതിക്ക് 7 അയലത്ത് പോലും വരാത്ത കാര്യങ്ങളാണ് നാം ചെയ്തതെങ്കിൽ നമ്മൾ ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയുടെ ഒത്ത സെൻട്രൽ പോയിന്റ് നിൽക്കുന്ന ആളുകൾ ഇന്നും ഈ പട്ടണത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അവരതിനെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. Even if we have the desire or don't have the desire, even if we do the work or don't have the work, no matter what happens, God will still use the people for His purpose to be fulfilled. ഒരു വലിയ ദൈവപ്രവൃത്തി പത്രോസിലൂടെ ചെയ്യണം ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ പത്രോസ് എന്ത് ചെയ്തു? He slipping away. ദൈവഹിതത്തിലെ കടകവിരുദ്ധമായി നിൽക്കുക. പക്ഷെ ദൈവം അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് അവരോട് ഇടപെട്ടു. പത്രോസ് പക്ഷേ ആ ദർശനത്തെ തള്ളിക്കളയാമായിരുന്നു. പക്ഷെ പത്രോസ് തള്ളിക്കളഞ്ഞില്ല. പത്രോസ് കേട്ടതുപോലെ കൊർന്നേലിയോസിന്റെ ഭവനത്തെ ലക്ഷ്യമാക്കി പോയി. God had a big purpose and a work for Peter's life, but Peter was slipping away from that purpose. But because God loved Peter, He brought him back and made sure that that purpose would be fulfilled through him. ഈ കാലയളവിൽ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന നിലയിൽ ഈ ദിവസങ്ങളിൽ ദൈവം ചില ദർശനങ്ങൾ കാണും. As a last attempt, God is going to show കഴിഞ്ഞ 8-9 വർഷം പ്രസംഗം കേട്ടിട്ടും പല മനോഭാവങ്ങൾ അവിടെ നോക്കിയിട്ടും നിന്റെ രൂപാന്തരം ഒട്ടും വന്നില്ലെങ്കിൽ അത് പോട്ടെ, 9 വർഷം പോട്ടെ, കർത്താവിനെ വിളിച്ചിറക്കിയ നാൾ മുതൽ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മുടെ ഹൃദയങ്ങളെ മാറ്റുവാൻ നാം തയ്യാറായിട്ടില്ലെങ്കിൽ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന രീതിയിൽ ദൈവം ചില ദർശനങ്ങളെ ഈ ദിവസങ്ങളിൽ ചിലരെ കാണിക്കുവാൻ പോവുകയാണ്. And even if you were called out into salvation and during all this time you were not able to fulfill the purpose of God on these days I'm going to show a special vision to you. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നാം രക്ഷിക്കപ്പെട്ട നാളിന് ശേഷം നമ്മൾ ഇതിന് ഒന്ന് സ്വയം ശോധന ചെയ്യണം. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ എന്റെ ജീവിതത്തിൽ, എന്റെ ആത്മാവിന്റെ അകത്തളത്തിൽ എന്ത് രൂപാന്തരമാണ് സംഭവിച്ചത്? എന്തൊക്കെ ഞാൻ പിടിച്ചു വെച്ച പിടിവാശിയിലാണ് അന്ന് നിൽക്കുന്നത്? അതോ ദൈവത്താൽ പത്രോസിന്റെ ജീവിതം സംഭവിച്ചത് വലിയൊരു രൂപാന്തരമാണ്, കൊർന്നേലിയോസിന്റെ ജീവിതം സംഭവിച്ചത് വലിയൊരു രൂപാന്തരമാണ്. അങ്ങനെയുള്ള സ്ഥായിയായ അടിസ്ഥാനപരമായ ഒരു യൂടേൺ പോലെയുള്ള ചില നിലപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഗതികേടുകൊണ്ടല്ല, നിന്നു പോകേണ്ടതുകൊണ്ടല്ല, ദൈവം ഇടപെട്ട എത്ര പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. Let us examine ourselves from the time that we have been born again. Has there been a transformation in our lives? The kind of transformation that happened with Peter and Cornelius, have we been able to take a U-turn and have a transformation that God wanted in our lives? Praise the Lord. Hallelujah. എന്നെ മാറ്റാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ പിടിച്ചാൽ പിടിച്ചതാ. ഞാൻ ഒരുവനെ മറക്കാൻ പറ്റില്ല. ഇതൊന്നും പറയുന്നൊന്നും മാനസാന്തരത്തിന് യോഗ്യമായ ഫലമല്ല. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം തമ്പുരാൻ പറഞ്ഞാൽ ഞാൻ മാറാൻ തയ്യാറാണ്, ഇടപെട്ടാൽ മാറാൻ തയ്യാറാണ്, വചനം കുറിക്കൊണ്ടാൽ മാറാൻ തയ്യാറാണ്, പരിശുദ്ധാത്മാവ് ഇടപെട്ടാൽ ചുവടുമാറ്റാൻ തയ്യാറാണ്, എന്റെ ഒരു രൂപാന്തരത്തിന് വഴിവെട്ടി തുറക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ഉള്ളവരെയാ ദൈവരാജ്യത്തെ ഉപയോഗിക്കുന്നത്. That happens only when God has an inclination in our life, and also when the Holy Spirit has an inclination in our life, that's when we are able to have the transformation. നാം പഠിച്ചു വന്നതുകൊണ്ട്, നാം കേട്ടു വന്നതുകൊണ്ട്, ഒരു കാലഘട്ടത്തിൽ കൊള്ളാമായിരിക്കുന്ന ദൈവം നമ്മെ മാറ്റുമ്പോൾ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് ഇടപെടുന്നുണ്ട്. God, through the work of His Holy Spirit, has been bringing changes in our heart. Praise the Lord. നമ്മുടെ സ്ഥലത്ത് നിന്ന് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കും, പക്ഷെ നമ്മൾ അവിടെ പിടിച്ചോണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ദൈവം നമ്മോട് മാറാൻ പറയുമ്പോൾ മാറ്റത്തില്ല. കാരണം ഒരു കാര്യം പറഞ്ഞാൽ നാം എവിടെ ആയിരിക്കുന്നു, നാം എവിടെ ആക്കിയിരിക്കുന്നു, അവിടെയുള്ള ദൈവദാസൻ
പറയുന്നത് കീഴ്പ്പെടാൻ നാം ബാധ്യസ്ഥരാ. ഹല്ലേലൂയ. When God wants us to submit ourselves to a servant of God, we are responsible and we have to do the submission to Him. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോഴും പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എന്റെ ജീവിതത്തിൽ വന്ന ചില തോന്നലുകൾ, ബോധ്യങ്ങളുണ്ട്. സ്വന്തം കടും പിടുത്തത്തോടെ അല്പം പോലും ദൈവത്തിന് വഴങ്ങി കൊടുക്കാതെ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം അല്പം പോലും കായ്ക്കാതെ, ഞാൻ പിടിച്ചതാ ശരിയെന്ന് പറഞ്ഞ് തടങ്കൽ പാറയായി നിൽക്കുന്ന ചില ജീവിതങ്ങളെ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. God has revealed to me certain people who have been holding back from the work of God in their life. They have been so arrogant, so stubborn, and not allowing the work of God in their lives. ശുശ്രൂഷ മേഖലയിൽ നിലവിൽ മാത്രമല്ല, എന്റെ ശുശ്രൂഷ മേഖലയിൽ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് പറയണം കാര്യങ്ങൾ ചിലരോട് വ്യക്തമായി പറയാതെ ചിലരോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. സോ നീ കൂട്ടിയ കൂടുതൽ അറിയില്ല, പ്രാർത്ഥിക്കുക. ഇന്നും എന്നെ കാണിച്ച ദർശനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. In my ministry, I have seen a lot of this happening, and God has told me that this can only be delivered through prayer. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്ന കാര്യമുണ്ട്. ദൈവം അധികകാലം കാത്തു നിൽക്കുകയില്ല. But over here, God has the Holy Spirit has specifically told me that God will not longer wait for this change. Praise the Lord. ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വളരെ അടുത്ത മുൻപിലുണ്ട്. ഹല്ലേലൂയ. God's work is very close to us. ഹല്ലേലൂയ. വളരെ അടുത്ത്, കൈയെത്തും ദൂരത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് മുൻപിലുണ്ട്. God's work is very close to us and we can even reach out to it. ദൈവം പലരെയും ഒരുക്കി തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ വളരെ വ്യഗ്രതയോടെ തമ്മിൽ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. God is distinctly wants His work to happen to people, and He's making them ready. Praise the Lord. ഇവിടെ പറയുന്നു the core message, സുവിശേഷത്തിന്റെ ഏറ്റവും അന്തസ്തായ ഭാഗം എന്ന് പറയുന്നത് ദൈവത്തിന് മുഖപക്ഷമില്ല. Over here, the core message of the gospel is God shows no favoritism. Praise the Lord. പത്രോസിന് മനസ്സിലായി, യഹൂദനെ താങ്ങിയോ, പത്രോസിനെ താങ്ങിയോ, പൗലോസിനെ താങ്ങിയോ, അപ്പോസ്തലന്മാരെ താങ്ങിയുമല്ല സുവിശേഷം നിൽക്കുന്നത്. സുവിശേഷം താങ്ങി നിൽക്കുന്ന ഒറ്റ കാര്യമല്ല, യേശു ക്രിസ്തുവിന്റെ നിർമ്മലമായ നിർദോഷമായ രക്തത്തിൽ മാത്രം ആശ്രയിച്ച സുവിശേഷം നിൽക്കുന്നത്. ഹല്ലേലൂയ. That the gospel is hanging on the Jewish people, all on Paul, all on Hallelujah. is hanging on the gospel that Jesus has given. ദൈവസഭയും ദൈവനാമവും സുവിശേഷം നിൽക്കുന്നത് നമ്മുടെ സ്വത്രാധിപത്യമല്ല. നമ്മൾ നൂറോട്ട് കൊടുക്കാൻ പറഞ്ഞാൽ സുവിശേഷം നിന്നു പോകത്തില്ല. ഒരാൾ മാറിപ്പോയാൽ സുവിശേഷം നിന്നു പോകത്തില്ല. നീതിക്കും പ്രമാണത്തിനുമെതിരെ മുഴുവൻ ആളുകളെ തിരിഞ്ഞാലും സുവിശേഷം നിന്നു പോകത്തില്ല. സുവിശേഷം ഇന്നും താങ്ങി നിർത്തിയിരിക്കുന്നത് എനിക്ക് വേണ്ടി കാൽവറിയിൽ അവസാനത്തെ രക്തം വരെ ഒഴുകിയ കർത്താവിന്റെ നാമത്തില്ല. അതുകൊണ്ട് നമുക്ക് ഭയം ആവശ്യമില്ല. ഹല്ലേലൂയ. Over here we should see that the gospel is not hanging on our works, on our givings, on our tithes, but is hanging on the fact that Jesus was crucified and He was raised from the dead. പത്രോസിനോട് വിളിച്ചപ്പോൾ പത്രോസ് ചരിത്രമൊന്നും പറഞ്ഞില്ല. പത്രോസ് യേശുവിനെ കുറിച്ച് ജീസസ് ലൈഫ് ആൻഡ് മിനിസ്ട്രി, the gospel is founded on that. അത് പത്രോസ് പ്രസംഗിച്ചു. Over here we see that Peter was not preaching about the whole history of the Jews, but he was talking about the life, the crucifixion and also the resurrection of Jesus. പത്രോസ് തന്നെ ദർശനത്തെ കുറിച്ചോ, പത്രോസ് ഞാൻ യഹൂദനാ, എനിക്ക് പ്രയാസം എന്റെ വീട്ടിൽ വരെ ഒന്നും പറഞ്ഞില്ല. പത്രോസിന്റെ രൂപാന്തരം വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് ചരിത്രമൊന്നും പറഞ്ഞില്ല. പത്രോസ് പറഞ്ഞത് യേശുവിന്റെ ജീവിതവും ശുശ്രൂഷയും. Over here, Peter did not talk about his transformation or the vision that he saw, but what Peter preached over here was the transformation of the gospel of Jesus to him. അടുത്തതായി പറഞ്ഞത് യേശുവിന്റെ മരണം പുനരുത്ഥാനം. Over here, the next thing what he was preaching about was the death and resurrection of Jesus. Praise the Lord. Hallelujah. മൂന്നാമതായി പറഞ്ഞത് പാപക്ഷമ. എന്തിനാ കൊറോണയിലേക്കുള്ള പാപക്ഷമ പ്രസംഗിച്ചത് എനിക്ക് എന്റെ മനുഷ്യ ബുദ്ധി മനസ്സിലാകുന്നില്ല. പക്ഷേ ദൈവത്തെ അറിയാമായിരുന്നു. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് അവൻ പാപമോചനം ലഭിക്കണമെന്നുള്ളത് പത്രോസ് അവരോട് പ്രസംഗിച്ചു. The third thing that Peter preached to him was the forgiveness of sin. Over here, I don't understand why Cornelius was supposed to hear this message, but Peter was able to talk about this message to him about the forgiveness of sin. ഇത്രയും നടന്നു കഴിഞ്ഞപ്പോൾ
the performance. ദൈവ പ്രവൃത്തി പരിശുദ്ധാത്മാവിൽ അവിടെ സാധ്യമായി. And over here, the third thing that happened was a performance where there was an outpouring of the Holy Spirit. നമ്മുടെ ഓർഗനൈസേഷൻ കഴിവോ, നമ്മളുടെ സ്മാർട്ട്നെസ്സോ, നമ്മളുടെ പ്രസന്റേഷനോ, നമ്മളുടെ കഴിവോ, ആളത്വമോ, പണമോ, നമ്മൾ ആരാണെന്നുള്ളതോ, നമ്മുടെ സ്വയം ഈഗോയോ ഒന്നും സുവിശേഷത്തിൽ വർക്കാവുന്നില്ല. സുവിശേഷത്തിൽ എന്നും വർക്കാവുന്നത്, അന്ന് വർക്കായി, ഇന്നും വർക്കാവും, നാളെ വർക്കാവുന്നത് എന്റെ യേശുവിന്റെ നാമത്തെ ഉയർത്തുക മാത്രമാണ്. യേശുവിന്റെ നാമത്തിന് മേലെ എന്റെ നാമം ഉയർത്താൻ നോക്കിയാൽ അവിടെ സുവിശേഷം വർക്കൗട്ട് ആകത്തില്ല. Here we see that the work of the gospel of the mission does not happen through our capability, through our giving, through our smartness, through whatever resources we have. The only way the gospel will work is when the name of Jesus is being lifted high and when the transformation happens. യോഹന്നാൻ പറഞ്ഞതുപോലെ ഞാനോ കുറയണം, നീയോ വളരണം. John says over here that I should decrease and you should increase. നമ്മൾ എത്രത്തോളം കുറഞ്ഞു, how much ever we decrease, നമ്മൾ എത്രത്തോളം കുറഞ്ഞു, how much ever we decrease. നമ്മൾ വണ്ണം കുറഞ്ഞ കാര്യമല്ല, It does not talk about losing weight, കൂടിയ കാര്യമല്ല, not about increasing weight also. അവസ്ഥ മാറിയ കാര്യമല്ല, ജോലി കിട്ടിയ കാര്യമല്ല. It's not about our situation changing or our jobs changing. നിന്നിൽ മാനസാന്തരം വന്നു, നിന്റെ ജഡം എത്രത്തോളം താന്നു, ക്രിസ്തു എത്രത്തോളം നിന്നിൽ ഉയർന്നു. The transformation happens was how much flesh has decreased and how much the price has increased. ബെൻസൻ എന്ന വ്യക്തിയെ ആളുകൾ കാണുന്നത് കുറഞ്ഞിട്ട് യേശുവിനെ കൂടുതലായി എത്ര പേര് കാണാൻ തുടങ്ങി. You see Pastor Benson, you see how much has Benson decreased and how much the name of God has increased. ഒന്നുമല്ലാത്തവനായി 20 വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിഞ്ഞ പേര് പോലും പലർക്കും അറിയത്തില്ലായിരുന്നു. ഇന്ന് വലിയ ആളായി, എല്ലാവർക്കും പലർക്കും അറിയാം, പലയിടത്തും പേര് വരുന്നുണ്ട്, ഫോട്ടോ വരുന്നുണ്ട്. ഇവൻ വലിയ ആളായി. ഇവരുടെ കർത്താവിനെ എത്ര പേര് അറിയുന്നു? എന്നെ കാണുമ്പോൾ യേശുവിന്റെ വലിപ്പം, മഹത്വം എത്ര പേര് കാണുന്നു? ഇതാ സ്വർഗ്ഗം നോക്കുന്നത്. ഹല്ലേലൂയ. What heaven sees is not when at the age of 20 when somebody has come out from ministry. What they see is how many people sees the growth of Jesus in his life. Praise the Lord. Hallelujah. ഇതാണ് സുവിശേഷത്തിന്റെ അളവുകൾ. The measurement of the gospel, the measurement of spirituality is so different. മാനുഷികമായ അളവുകളല്ല ദൈവം അളക്കുന്നത് എന്നിലൂടെ കർത്താവ് എത്രമാത്രം വെളിപ്പെടുന്നു. It's not like human measurements that God sees. God measurement sees how much people have seen the growth of Jesus in someone's life. When that standard is being fulfilled, പത്രോസിനെ പറ്റിയ മാനസാന്തരം പറഞ്ഞാൽ ഒരു ജാതിയന്റെ ഏഴായാലും പോലും പോവാത്ത പത്രോസ് ജാതിയന്റെ ഭവനത്തിൽ പോയി അവന്റെ കൂടെ തറയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവനോട് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. Does not go among the Gentiles. He went among the Gentiles, he sat with them, he ate with them, he gave the gospel to them, and because of that we see the outpouring of the Holy Spirit. മാലികമുറിയിൽ സംഭവിച്ച അതേ പ്രവൃത്തി ജാതിയുടെ ഭവനത്തിനകത്ത് നടക്കുകയാണ്. The same thing that happened in the upper room, we see the same situation happening with the Gentiles. പ്രിയമുള്ളവരെ, പല ബാരിയേഴ്സും തകർന്നേ മതിയാകും. Many barriers need to be removed. പല തടങ്കൽ പാറകളും നമ്മുടെ അകത്ത് നാം ഉറഞ്ഞു നിൽക്കുന്ന പലതും മാറിയെങ്കിലേ ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടും. There has to be a lot of barriers and hindrances that should be removed from our lives. നമ്മൾ ചരിത്രമൊക്കെ പറയാം, അന്ന് അങ്ങനെ സംഭവിച്ചു, എന്റെ വലിയ വലിയ കാലം സംഭവിച്ചു, എന്റെ അപ്പന്റെ കാലം സംഭവിച്ചു, എന്റെ ചെറുപ്പത്തിൽ സംഭവിച്ചു. എന്തുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നില്ല? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മിൽ നടക്കണമെങ്കിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ അപ്രൂവൽ സംഭവിക്കുന്നതല്ല. സ്വർഗ്ഗത്തിലെ ദൈവം അവിടെ നിയന്ത്രിക്കുന്നത്, അവിടുന്ന് പെർഫോമൻസ് തുടങ്ങിയാൽ ഇവിടെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. Our fathers work for the gospel, for us to have the gospel working through us, we have to have the influence of the Holy Spirit in our lives, and the whole situation should be controlled by God. Praise the Lord. Hallelujah. ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയുന്നത്. We cannot measure the work of God. എന്തുകൊണ്ടാണ് റെസ്പോൺസ് എന്ന് പറയാമോ? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം സ്നാനപ്പെടുവാൻ തയ്യാറായി. അവരൊരു സമൂഹമായി ദൈവജനമായി മാറി. ഹല്ലേലൂയ.
because we see that when the Holy Spirit came upon them, they were able to get baptized and they became the children of God. Praise the Lord. Hallelujah. അവിടെ സ്നാനം പ്രസംഗിച്ചില്ല, അവിടെ മറ്റൊന്നും പ്രസംഗിച്ചില്ല, അവിടെ പ്രസംഗിച്ച ഒറ്റ പരിശുദ്ധാത്മാവ് സ്നാനത്തെ കുറിച്ച് പ്രസംഗിച്ചില്ല. പക്ഷെ ഇതെല്ലാം അവിടെ സംഭവിച്ചു. Purely the pure gospel, that is Jesus Christ. Over here we see that the message of baptism was not preached to them, only the gospel was preached to them, the pure message of Jesus Christ. നിങ്ങളിലും യേശു ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലുണ്ട്. Let us have the same attitude that is of Christ. അത് നമ്മിൽ സംഭവിച്ചാൽ പിന്നെ അവിടെ നാം എതിർപ്പെടുന്ന ജീവിതങ്ങളിൽ രൂപാന്തരം സംഭവിക്കും. Over here when we have the same attitude in our lives, the kind of attitude that Jesus had, then at that situation we can see the transformation of the soul. Praise the Lord. അവിടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ്. The person who is working over there is the Holy Spirit. അപ്പോസ്തലരുടെ 10-ാം അധ്യായത്തിൽ നാം മനസ്സിലാക്കുന്ന കാര്യം, ദൈവം തമ്പുരാൻ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ഏതൊക്കെ മതിൽകെട്ട് മാറ്റാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം ദൈവം മാറ്റി പറയും. Over here for the work of the kingdom of God, we see that God would remove any sort of barriers or fence that has been put up. ഏത് ഒബ്സ്ട്രക്ഷൻ, ഏത് തടങ്കൽപ്പാണ്, അത് സാമൂഹികമാകട്ടെ, മതപരമായിട്ടുള്ളതാകട്ടെ, വ്യക്തിപരമായിട്ടുള്ളതാകട്ടെ, അത് സാംസ്കാരികപരമായിട്ടുള്ളതാകട്ടെ, അതിനെല്ലാം മാറ്റി സുവിശേഷത്തിന്റെ മുന്നേറ്റത്തിനായി ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. Over here we see that no matter whether it is cultural or religious or tradition or even personal matters, any sort of barriers, God is able to move that, to move forward the gospel of Jesus. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന കർത്താവേ, സുവിശേഷത്തിന്റെ മുന്നേറ്റത്തിനായി കൃപയുടെ പ്രതലത്തിൽ ദൈവസഭ സഞ്ചരിക്കുന്നത് തടസ്സമായി, ദൈവസഭയുടെ ഒരു കല്ലായി, ക്രിസ്തുവെന്ന മൂലക്കല്ലോട് ചേർത്ത് പണിഞ്ഞ ഒരു കല്ലായി ഞാൻ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവസഭ കൃപയുടെ പ്രതലത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ തടസ്സമായ എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നിൽ മാറ്റണമെന്നൊരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. Today morning we should pray that if there is any barriers in our lives or any hindrances that is hindering into the progress of the gospel, we need to remove that from our lives. സാക്ഷ്യം കേട്ടല്ലോ, കൊറനെല്ലിയോസ് പോലൊരു മനുഷ്യന് ഉള്ളിൽ രൂപാന്തരം ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് രൂപാന്തരം ആവശ്യം. We may see the testimony of Cornelius, who was such a good person, but if there was a transformation that was needed for his life, we also need that transformation. എനിക്കൊരു മാറ്റം ആവശ്യമില്ല, ഞാൻ ഓക്കെയാ, ഇവർക്കൊക്കെയാ മാറ്റം വരേണ്ടത് എന്നുള്ള ചിന്തയോടെ നാം ഇരിക്കുന്നെങ്കിൽ ക്രിസ്തു അല്ല നമ്മിൽ വാഴുന്നത്. If we have a thinking that there's no need of transformation in our lives and that has to be done for other people, then we don't have Christ dwelling in us. പത്രോസിനെ പോലെ തന്റെ യഹൂദ ചിന്താഗതികൾ, പ്രിജുഡിസ്, മനോഭാവങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ മുന്നേറ്റത്തിന് അവനെ കൊള്ളത്തില്ല എന്നുള്ള ബോധ്യത്തോടെ ദൈവം ദർശനം കാണിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ, പത്രോസ് പോലെ അപ്പോസ്തലൻ 3000 പേരുടെ രക്ഷയ്ക്ക് കാരണമായവൻ, ഹല്ലേലൂയ, ഒറ്റ പ്രസംഗത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട മനുഷ്യന് രൂപാന്തരം ആവശ്യമെങ്കിൽ നമുക്കും രൂപാന്തരം ആവശ്യമാണ്. ഹല്ലേലൂയ. Peter, who had a transformation in his life after showing a lot of prejudice, and for a person like Peter who preached to 3,000 people and had them saved, if he has a transformation, then we also need a transformation in our lives. ഞാൻ അങ്ങനെ മാറി ഡെൻവർ പണം പിടിക്കണ്ട എന്നുള്ള മനോഭാവമാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അല്ല, ദൈവരാജ്യത്തിന് വേണ്ടി ഡെൻവറിൽ ചില ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ കർത്താവ് ഞാൻ എന്നോട് തന്നെ പ്രസംഗിക്കുകയാണ്. കർത്താവ് എന്നിൽ എന്താണ് വരേണ്ടത് അതിന് ഞാൻ തയ്യാറായി, സറണ്ടർ ഓ ലോർഡ് എന്ന് പറയുന്ന ദൈവത്തിൽ നമ്മൾ താഴ്ത്തുമ്പോൾ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കാണിച്ചിരുന്നു. ഞാനാണ് നിങ്ങളുടെ അടുത്ത് പറയുവാൻ, എന്നാൽ ദൈവം അത് വെളിപ്പെടുത്തും. ഈ ദിവസങ്ങളിൽ ദർശനങ്ങളിലൂടെ, വെളിപ്പാടിലൂടെ, കാതുകളിൽ മുഴങ്ങുന്ന ശബ്ദത്തിലൂടെ ചിലരുടെ ഉള്ളിലേക്ക് ദൈവ ശബ്ദം വെളിപ്പെടാൻ പോവുകയാണ്. ആരും നിഷ്ഠോളായി ചിന്തിച്ചു പോകാതെ ചെയ്യണമേ, അടിയൻ കേൾക്കാവുന്ന മനോഭാവത്തോടെ നീ എഴുന്നേൽക്കാൻ ദൈവപ്രവൃത്തി നമുക്ക് മുൻപിലുണ്ട്. ഹല്ലേലൂയ. For us to have a change of the Bible to come into that work, we are supposed to surrender our lives to God and ask Him for a transformation in our life, so that His gospel can be given out to the city. Hallelujah. കടങ്കൽ പാറയുണ്ട്, മതിൽ കെട്ടുകളുണ്ട്, നാം കെട്ടിവെച്ച പലതുണ്ട്. എല്ലാവരും പറയാം ഒരു പ്രശ്നമില്ല, എല്ലാം ക്ലിയർ. നോ, that is not the word of God. വചനം ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നത് അതല്ല, പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന അതല്ല. ചില മേഖലകൾ താഴെ മതിയാകും, ഉയർന്നു കുന്നുകൾ താഴണം. ഹല്ലേലൂയ. താഴ്വരകളും നികന്നു വരണം. ഹല്ലേലൂയ. ചില അനീതികൾ പരിഹാരം വരുത്തണം. ദൈവം കുറിച്ചിട്ട
ചെയ്യേണ്ട ദൈവനിഷേധ്യമായ ചില പ്രവൃത്തികളുണ്ട്. അതിൽ ക്ഷമ പറഞ്ഞ് നാം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടണം, മടങ്ങി വരണം. ഹല്ലേലൂയ ദൈവമഹത്വത്തിലേക്ക് വിളിക്കുന്നു. ഹല്ലേലൂയ. So here the message today is about removing those barriers and those fences that have been put up so that the work of God can happen in our lives. Praise the Lord. അല്ല, നമ്മൾ മുതിർന്നില്ലെങ്കിൽ ദൈവമഹത്വം വിളിക്കുന്നത് യാതൊരു തടസ്സമില്ല. പക്ഷേ ആ മഹത്വത്തിൽ നമ്മൾ കാണുന്നില്ല. If we are not able to submit into this, God's work will still continue in this city, but we will not get credit for it. വ്യക്തമായി പറയുക. Praise the Lord. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച് ഒരു വലിയ മാറ്റത്തിന് വേണ്ടി ദൈവപ്രവൃത്തിയുടെ ഭാഗമായി മാറുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നാം പ്രാർത്ഥിച്ച് ആത്മതപനത്തോടെ മടങ്ങിയതില്ലെങ്കിൽ ദൈവമഹത്വം വെളിപ്പെടും. ആ മഹത്വത്തിൽ നീ കാണത്തില്ല. ഹല്ലേലൂയ. Personally, specifically, I am saying that even if you don't remove those barriers and hindrances in our lives, God's work and His grace and His glory will still be shown, but we will not get credit for it. കഴിഞ്ഞ ദിവസങ്ങളായി ദൈവാത്മാവ് വളരെ ശക്തമായി ഹല്ലേലൂയ യാത്രയിലും പോക്കിലും വരവിലും ഊഴിലും ഉറക്കത്തിലും എല്ലാം ഇടപെട്ട ചില വചനങ്ങളാണ് ഹൃദയം തുറന്നോട് പറഞ്ഞത്. ഹല്ലേലൂയ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ചിലരില്ല. ഒരു മാറ്റവും രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഒരു മാറ്റവും ഇല്ലാതെ ചേമ്പലപ്പുറത്തൊഴിച്ച വെള്ളം പോലെ ക്രിസ്തീയ ജീവിതത്തെ ക്രമീകരിക്കാതെ ജീവിച്ച് തള്ളുന്ന ജീവിതങ്ങളോട് നീ സംസാരിക്കണം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇടപെടുത്തില്ല. ഈ ദിവസം ഒരു രൂപാന്തരം നമുക്ക് ആവശ്യമാണ്, ഒരു മാനസാന്തരം നമുക്ക് ആവശ്യമാണ്. ശാലയിൽ ദൈവസഭയ്ക്ക് അകത്തിരുന്ന് കഴിഞ്ഞ 9 വർഷമായ പ്രസംഗത്തിന്റെ പലതിന്റെ ഉള്ളിൽ മാനസാന്തരം ഇല്ലെന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പോകുന്ന കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷേ ഇത് സത്യമായ കാര്യമാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചെങ്കിലേ ദൈവപ്രവൃത്തിയിൽ ദൈവം നിന്നെ ഉൾപ്പെടുത്തും. കമ്മിറ്റിക്കകത്തും ഓൾറെഡി നീ കാണും, പക്ഷെ മഹത്വത്തിൽ നീ കാണത്തില്ല. ഹല്ലേലൂയ. For the last few weeks, through my journeys and through my prayers, the Holy Spirit has specifically told to me that there was not enough transformation happening in this church, and for the transformation to happen, we need the work of God in our lives. നമുക്ക് വിസാരിക്കാൻ നമ്മുടെ രോഗസൗഖ്യമാകാനൊന്നും ദൈവത്തിന്റെ മഹത്വം അത്ര കണ്ട് വെളിപ്പെട്ടിട്ടില്ല. അതൊക്കെ ദൈവത്തിന്റെ സ്തോത്രം നീതിയാണ്. പക്ഷേ ദൈവപ്രവൃത്തി ദേശത്ത് വെളിപ്പെടാൻ ദൈവമഹത്വം ഇറങ്ങിയ മതിയാണ്. We often pray for visas to come, for our green cards to happen, and also for our sick to be healed. Over there is through God's judgment that we see this happening. But for the glory of God to happen, we need to have a transformation. നമുക്ക് വീട് വാങ്ങുന്ന വലിയ ദൈവമഹത്വമാണ് വലിയ ദൈവമഹത്വമാണ്. നമ്മുടെ സാമ്പത്തിക അനുഗ്രഹങ്ങളാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതൊക്കെ ദൈവത്തിന്റെ 100% അപ്രൂവലാണ്. The materialistic blessings that we happen over here, we see that this is God's glory being shown through this, and it has been approved by God. എന്നാൽ ദൈവമഹത്വം വെളിപ്പെടുന്നത് പൂർണ്ണമായും കൃപയുടെ വിശുദ്ധിയുടെ വേർപാടിന്റെ വില കൊടുക്കുന്നതിന്റെ ആത്മീകമായ രൂപാന്തരം വരുന്നതിന്റെ ശുദ്ധീകരണത്തിന്റെ വിശുദ്ധിയുടെ മാനദണ്ഡം അനുസരിച്ച ആ ദൈവപ്രവൃത്തി, ആ ദൈവ മഹത്വം വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിലേക്ക് ഒരു മടങ്ങിയൊരു നമുക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ദൈവത്തിൽ താഴേക്ക് പ്രാർത്ഥിക്കുക, ദൈവത്തോട് ചോദിക്കുക. ഇന്ന് ആ ദൈവദാസൻ പ്രസംഗിച്ചത് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭാഗത്ത് രൂപാന്തരം വരുന്ന മണ്ഡലമാണെങ്കിൽ എന്റെ നാക്കോ, എന്റെ കണ്ണോ, എന്റെ ചെവിയോ, എന്റെ ഹൃദയമോ, എന്റെ പ്രവൃത്തിയോ, എന്റെ ചിന്തകളോ, എന്റെ മനോഭാവമോ, എന്റെ സ്വഭാവമോ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? തമ്പുരാനെ നീ എനിക്ക് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ് നീ ഒതുങ്ങി നിന്നാൽ, നിന്നെ തന്നെ ക്രിസ്തുവിൽ വളർത്തുവാൻ ശ്രമിച്ചാൽ ദൈവപ്രവർത്തനത്തിൽ വെളിപ്പെടും. ഇതൊരു സഭയുടെ ആഹ്വാനമായി ദൈവദാസൻ സ്നേഹത്തോടെ പ്രവർത്തിക്കുക. And for the true glory of God to be revealed, that we should have the transformation in our lives, and that transformation would affect in every aspect of our life. Praise the Lord. Hallelujah. ഇത് നമുക്ക് എന്തും പറയാമല്ലോ. ദൈവമഹത്വത്തിൽ നമുക്ക് എന്തും പറയാൻ കഴിയുന്നില്ല. We can say anything about anything, but against God's grace we cannot say anything. Praise the Lord. പലരുടെയും ദൈവം നിർത്തിയത്, പലരുടെയും കണ്ണുനീരിനെ ദൈവം തുരുത്തിയിലാക്കി വെച്ചത് ഈ മഹത്വം വെളിപ്പെടുത്താനാണ്. For many situations that have come in our life, God allowed it to happen for His glory to be revealed. ദൈവം നമ്മെ രൂപപ്പെടുത്തുവാനാണ്. He was trying to transform us. ഇതെല്ലാം വില കൊടുത്തുവരാം. A price has been given to everyone of us. മറ്റൊരു തരത്തിൽ വില കൊടുത്തുവരാം. A price has given to everyone of us. കൊച്ചു കുഞ്ഞു മുതൽ ഏറ്റവും കൊച്ചു ബനായ മുതൽ ഇവിടെ മുതിർന്ന വ്യക്തി വരെ ഇതിന് വില കൊടുത്തിട്ടുണ്ട്. From the youngest person to the oldest person, a price has been given. നമുക്കറിയില്ല കൊച്ചൊക്കെ എന്താ വില കൊടുത്ത് നമ്മൾ പക്ഷേ ഉണ്ട്.
സ്തോത്രം, അത് ദൈവസ്ഥലത്തിൽ കുറിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ആ വില കൊടുത്തതിന് പിന്നിൽ മഹത്വം വെളിപ്പെടുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അത് നമ്മൾ രൂപപ്പെടുകയാണ്. അവിടുത്തെ കരമാക്കും ഭാരമാകരുത്. ദൈവത്തിന്റെ കരുണ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തങ്കച്ചോരയാൽ ഞങ്ങളെ വീണ്ടെടുത്തിട്ട് ഞങ്ങൾ നശിച്ചു പോകാൻ അനുവദിക്കാത്തവർ, ഞങ്ങളോട് കരുണ കാട്ടുന്നവൻ ദൈവമേ, അവിടുത്തെ കരുണ വെളിപ്പെടണമേ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ഉള്ളങ്ങളുടെ അകത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന അവിടുത്തെ കുറവയ്ക്കായ നന്ദി പറയുന്നു. അവിടുത്തെ ദാസനങ്ങളെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയുണ്ടാകണം, കരുണ ഉണ്ടാകണം. കർത്താവ് നമ്മെ സഹായിക്കുന്ന കൃപയ്ക്കായി നമ്മുടെ കരങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാണ് പ്രാർത്ഥിക്കുക. സ്തോത്രം 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 ഈ ആഴ്ച സ്തോത്രം ചെയ്യും. ഞങ്ങൾ കടന്നുവന്ന സന്ദർഭം ദൈവങ്ങൾ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവത്തെയാക്കിയ എല്ലാ കൃപയ്ക്കായി നന്ദിയോട് കഴിഞ്ഞ രാജ്യക്കാരും അടിയങ്ങളെ കണ്ണിന്റെ വിഷുവിനെ പോലെ സൂക്ഷിച്ചു. ആയിരങ്ങൾക്കൊക്കെ പരിപാലിച്ച ആവശ്യം ഞങ്ങളെ ദൈവോത്സവമായി നടത്തിയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ പിന്നെയും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദിയോട് സ്തോത്രം. അടിയങ്ങളുടെ നല്ല സങ്കീർത്തനത്തെ നൽകിക്കുന്ന സ്തോത്രം. അവരുടെ ദാസനേതനായി വിലപ്പെടുത്തിയുള്ള ഭാവേ നന്ദിയോട് സ്തോത്രം. നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോലെ പാഠവാക്യങ്ങളെ ദൈവസന്നിധിയിൽ അറിയിപ്പാൻ ഇടയാക്കിയുള്ള ഭാവേ നന്ദിയോട് സ്തോത്രങ്ങളെ രക്തവെള്ളം പൊത്തിച്ചുകൊള്ളണമേ, കൃപയിൽ സൂക്ഷിച്ചുകൊള്ളണമേ. ദൈവത്തെ പ്രതിബിംബിച്ച് ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത്
ദൈവത്തെ താങ്ങിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന നീയോട് സ്തോത്രം. സാക്ഷ്യങ്ങളോട് പ്രാർത്ഥനയ്ക്കായി എല്ലാവർക്കായി സ്തോത്രം ചെയ്യും. അവരുടെ ആവശ്യങ്ങളോട് കൂടെ സഹായിക്കണമെന്ന് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച വിഷയങ്ങളിന്മേലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായി സൗഖ്യമാക്കി ബലപ്പെടുത്തി കൃപയിൽ സൂക്ഷിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിങ്ങളെ നികർത്തിച്ച നല്ല വചനത്തിനായി ദാസന്മാരെ കർത്താവേ, നിങ്ങളെ തന്നെ ദൈവങ്ങളെ സമർപ്പിച്ച് കർത്താവ് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിപ്പാൻ കരുകൾ പ്രാപിച്ച് ദൈവത്തെ പ്രധാനങ്ങളായി തീരുവാൻ നിങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ് നന്ദിയോടെ സ്തോത്രം അടിയങ്ങളോട് മനസ്സിലിടമേ. കർത്താവ് ദൈവത്തിന്റെ നിങ്ങൾ വരുവാൻ ഞങ്ങളെ ഞങ്ങളെ ഏൽക്കുന്ന കർത്താവെ തെറ്റുകളിലെന്ന് മാത്രമാണ് ഞങ്ങളെ ഇത്രത്തോളം നിലനിർത്തുന്നത്. ആ ദൈവം ഞങ്ങളെ പിന്നെയും സമർപ്പിക്കുകയാണ്. സഭയായി ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ ദൈവം ഞങ്ങളോട് കൂടെ ഞങ്ങളെ ഞങ്ങളെ കരം പിടിച്ച് നടത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാൻ ഞങ്ങളെവിടെയായിരുന്നാലും നിങ്ങളെ സ്ഥിരം കഴിഞ്ഞ് ഞങ്ങളെ മറച്ചുകൊള്ളുന്നേ കർത്താവെ. നന്ദിയോടെ സ്തോത്രത്തിന്റെ വൈകിട്ട് ഞാൻ പോകുന്ന പ്രാർത്ഥനയെ ഏൽപ്പിക്കുന്നു. തിരുസാധ്യതകൾ ഉണ്ടായിരിക്കണമെന്ന് ഉപേക്ഷിക്കുന്നു. മണ്ഡലത്തിലെ പ്രാർത്ഥന ഓർക്കുന്ന പ്രാർത്ഥിക്കുന്നതൊക്കെ ദൈവത്തിന്റെ ഞങ്ങളുടെ യാതൊരു പ്രസാദിക്കുന്നു. ഞങ്ങളുടെ നാമം മഹത്വപ്പെടുത്താനുള്ള അങ്ങനെ ഞങ്ങളെ കുടുംബമായി മറ്റുമായി വ്യക്തിപരമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നമ്മോട് പ്രാർത്ഥന ഭവനങ്ങളോടും ലോകപടം സകല വിശുദ്ധന്മാരുടെ കൂടെ കർത്താവിന്റെ നാമത്തിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം